സന്ദേശം പകർന്നു. രസകരമായിരുന്നു. മാത്രമല്ല വേറൊരാളെ സഹായിക്കുന്നതിലൂടെ തനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമെന്ന് ആദ്യം സന്ദേശം കൊടുത്ത ആള് കണ്ടെത്തി. അത് ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്ന് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ മറ്റുള്ളവർ ആ രണ്ടുപേര് ചേർന്ന് വേറൊരാളെ സഹായിച്ചു. അവര് ചേർന്ന് വേറൊരാളെ സഹായിച്ചു. അതിങ്ങനെ പെരുകി പെരുകി പെരുകിയിട്ടാണ് ഗ്രൂപ്പുകൾ വളർന്നത്. അതിന്റെ ഇടയില് പുതിയ പല മാർഗങ്ങൾ കണ്ടെത്തി. ഇപ്പോ നമ്മളൊരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മാതൃക ഉണ്ടായിരുന്നു. നമുക്കത് കൂടുതലായിട്ട് പറ്റിയില്ല. ന്യൂയോർക്കിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ ടൗൺഷിപ്പിന്റെ ഭാഗമാണ്. അക്രോണിനെ പോലെ അല്ല ന്യൂയോർക്ക്. അപ്പൊ നമുക്കറിയാം ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ നാട്ടില് കേരളത്തിലൊക്കെ ഈ തെക്ക് വടക്ക് എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന കാരണം ഈ ടൗൺഷിപ്പാണ് പ്രധാനം. അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യര് നിൽക്കുമ്പോൾ അവിടെ എല്ലാ മനുഷ്യരും സ്വാർത്ഥ കേന്ദ്രീകൃതമായിരിക്കും. അപ്പൊ അവിടെയുള്ള പ്രവർത്തനങ്ങളും അവിടുത്തെ രീതികളും വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് എല്ലാ മനുഷ്യരും അത്തരത്തിലാണെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അതേപോലെ ആൽക്കഹോളിക്സ് അനോണിമസിലും ന്യൂയോർക്കിൽ വരുന്ന ആളുകൾ അവരുടെ മതവിശ്വാസം ഇല്ലായ്മ ഫെലോഷിപ്പിന് പുതിയ അർത്ഥതലങ്ങൾ സമ്മാനിച്ചു. വിശ്വാസികളായ ആളുകൾ. അപ്പൊ നമ്മൾ മതത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും സയൻസിനെ ഒക്കെ കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോമൺ പർപ്പസ്, കള്ളുടിയന്മാർക്ക് അമിത മദ്യാസക്തരായ കള്ളുടിയന്മാർ, എല്ലാ കള്ളുടിയന്മാരും അത് അവർ സമ്മതിക്കുന്ന ആളുകൾക്ക് ഒരു മാർഗമുണ്ട്. പരസ്പര അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു മാർഗം കണ്ടെത്തണം, നമ്മൾ ഒരുമിച്ച് പോകണം. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ പഠിക്കുകയാണ്. അപ്പൊ അത് ഈ പാരമ്പര്യത്തിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം കണ്ടെത്തി, അവിടെയാണ് പറയുന്നത് ഇത്തരം ഒരു അവസരത്തില് നമ്മൾ ക്യാൻസറിന്റെ ഒരു മരുന്ന് കണ്ടെത്തിയാൽ എന്താ ചെയ്യാ? നമ്മൾ ക്യാൻസറിൽ തന്നെ ശ്രദ്ധയൂരും. കാരണം ക്യാൻസറിന്റെ പകരം നമ്മൾ നാടൻ വിരയെക്കുറിച്ച് അന്വേഷിക്കാനോ, ഏത് ക്യാൻസർ ആണോ, ക്യാൻസർ തന്നെ നമുക്കറിയാം പല രീതിയിലുണ്ട്. ഇപ്പൊ ലിവറിന്റെ തന്നെ ക്യാൻസറുകൾക്ക് പല രീതിയിലും ഫലപ്രദമായിട്ടുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പല രീതിയിൽ പ്രവർത്തനങ്ങൾ തുടക്കത്തിലൊക്കെ ക്യാൻസർ മാറ്റാനായിട്ട് സാധ്യമാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് പറഞ്ഞ പോലെയാണ് നമ്മൾ എന്താണോ കണ്ടെത്തി അതില് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ ശാസ്ത്രത്തോടും മതത്തോടും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഇതിൽ രണ്ടിലും വിദഗ്ധരല്ല, നമുക്കറിയാം. ദൈവശാസ്ത്രം പുരോഹിതർക്കുള്ളതാണ്, മനഃശാസ്ത്രവും വൈദ്യശാസ്ത്രവും അത് ഡോക്ടർമാർക്കുള്ളതാണ്. ഒരുമിച്ച് ചെയ്യാനാകുന്നത് നമുക്ക് തനിച്ച് ചെയ്യാനാകില്ല. നാം സഹകരിക്കുന്നു. ഒരു കാര്യത്തിലും നമ്മൾ മത്സരിക്കുന്നില്ല, അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഊർജം അത് വേണ്ടാത്തിടത്തേക്ക് തിരിച്ചുവിടുകയാണ്. അപ്പൊ ആ ഒരു ഖണ്ഡിക വളരെ കൃത്യമാണ്. നമ്മുടെ പഴമക്കാര് ഈ പാരമ്പര്യം കണ്ടെത്തുന്നതിന്റെ കാരണം നമ്മൾ പലതിലും പോയി പെട്ടുപോയി. മദ്യാസക്തനൊരു കുഴപ്പം, അവൻ എല്ലാ കാര്യവും തലയിലേറ്റി നടക്കാനും പുതിയ ഐഡിയകളൊക്കെ അവനുണ്ടാവും. എല്ലാം ഈ ലോകത്തെ അങ്ങോട്ട് മാറ്റണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങ് ഇറങ്ങി പുറപ്പെടും. ഒന്നും നടക്കില്ല. അവന്റെ മാറ്റം തന്നെ അവന് ബോധ്യം ഉണ്ടായി മദ്യം അവനെ തകർക്കുന്നു എന്ന് ബോധ്യം ഉണ്ടായിട്ട് മാറാൻ പറ്റാത്തവനാണ്. എന്നിട്ട് അപ്പൊ എവിടെയാ അവന് ലോകത്തെ മാറ്റാൻ പറ്റുക? അത്തരം കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ച് നമുക്ക് പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്ക് കടപ്പാടൊക്കെ ഉണ്ട്. നമ്മുടെ സയൻസിന്റെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സയൻസ് ഇതിൽ പറയുന്നില്ല. നമുക്ക് മതത്തോട് കടപ്പാടുണ്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ആശയങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ആ രീതികളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ അവരുടെ രീതിയിലേക്ക് അന്ധമായി പോവുകയല്ല. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ആശയം കിട്ടിയാൽ അങ്ങനെ അന്ധമായിട്ട് അണിയാകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നേതാക്കന്മാരുണ്ടാവുന്നു, നേതാക്കന്മാരാവാൻ മത്സരം. ഒരു കാലത്ത് നേതാവിന്റെ അണിയായിട്ട് നടക്കും, പിന്നീട് ആ നേതാവിനോട് തെറ്റിയാൽ ആ നേതാവിന്റെ പോസ്റ്റർ അടിച്ചുകൊണ്ട് ആ നേതാവിനെതിരെ പറയും ഈ അണിക്ക് നേതാവാകണം. അത് നമ്മുടെ പ്രോഗ്രാമൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്കറിയാം. ഒന്നില്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കും മറ്റുള്ളവരെ, അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തും. ഒന്നില്ലെങ്കിൽ നമുക്ക് അണികൾ വേണം, അല്ലെങ്കിൽ നമ്മൾ നേതാവായി മാറും. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊന്നും ആദ്യമായിട്ടൊന്നല്ല. കള്ളുടിയന്മാര് തുടക്കത്തിൽ തന്നെ നമ്മുടെയൊക്കെ മൂത്താപ്പന്മാർ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നവരാ. അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഏകനെ മൊത്തത്തിൽ അങ്ങ് എടുക്കാനും തങ്ങൾ വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാനൊന്നും ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ മതത്തിന്റെ പരിപാടികൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ആശയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി നിലനിൽക്കുന്നല്ല. മനഃശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ നല്ലതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് ചികിത്സ ലഭിക്കാൻ ഡോക്ടർമാരുടെ സഹായം വേണം.
ശാരീരികപരമായിട്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കൊരിക്കലും ഒരാളോട് ലിവറിന്റെ അസുഖത്തിന് എന്താ പറയാ കിഴാർനെല്ലിയുടെ വേര് കഴിച്ചോ എന്നുള്ള ഉപദേശം കൊടുക്കാൻ അർഹതയില്ല. നമുക്കറിയില്ല അയാളുടെ ഉള്ളിൽ എന്തൊക്കെ കുഴപ്പമാണ്. ശാസ്ത്രീയമായ ഒരു സാധനവും നമുക്ക് പറയാൻ അർഹതയില്ല. ആയുർവേദ മരുന്നുകൾ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് അർഹതയില്ല. അതെല്ലാം ഡോക്ടർമാരുടെ പണിയാ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പണി എന്താ? കൊളസ്ട്രോൾ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളോട് പറയാണോ ഈ ചീനിമുളക് അരച്ച് കുടിച്ചോ? ഇതൊക്കെ എന്ത് പണിയാ? എയിൽ വന്ന ഒരാൾ മരുന്ന് കഴിക്കുന്നുണ്ട് ബൈപ്പോളാറിന്. അയ്യോ മരുന്ന് കഴിക്കേണ്ട പോലെ ആജീവനാന്തം മരുന്ന് കഴിക്കുന്നു. ഈ പരിപാടിയൊന്നും എയിലില്ല. അതൊക്കെ പ്രശ്നങ്ങളാവും. നമുക്ക് മറ്റുള്ളവരുടെ ശാരീരിക സ്ഥിതി അറിയാൻ നമ്മൾ ഡോക്ടറല്ല. അത് ഡോക്ടർമാരുടെ സെക്ഷനാണ്. അവര് പറഞ്ഞോട്ടെ. മനഃശാസ്ത്രത്തിൽ ഇങ്ങനെയാണ്. മനഃശാസ്ത്രത്തിന്റെ ആധികാരിക റിമാർക്കുകൾ നമ്മൾ നടത്തേണ്ടതില്ല. നമുക്ക് എന്താണ്? എനിക്ക് മദ്യാസക്തി ഉണ്ടായി, ഞാൻ അതിനാൽ വിഷമിച്ചു പോയി, എന്റെ ജീവിതം അനിയന്ത്രിതമായി. അത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ എന്റെ പരിഹാരം എന്റെ അനുഭവങ്ങൾ എന്റെ ശക്തി അതാണ്. ഞാൻ ഇന്ന് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു? 3 കാര്യമാണ് എയിൽ നമുക്ക് ഒരാളോട് പറയാനുള്ളത്. വേറൊന്നും പറയാനില്ല. അയാളുടെ ജീവിതം അയാൾ ശരിയാക്കണം. ഒരു ഉപദേശവും ഇവിടെ ഇല്ല. വ്യക്തിപരമായിട്ടൊക്കെ ആൾക്കാർക്ക് പറയാം. പക്ഷേ എ എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അയാളുടെ വണ്ടിയുടെ ലോണിനെ കുറിച്ചോ അയാളുടെ ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളെ കുറിച്ചോ അയാളുടെ ഫാമിലി വിട്ടുപോയ ഭാര്യയെ കൊണ്ടുവരലോ ഇതൊന്നും നമ്മുടെ പ്രവൃത്തിയല്ല. അയാളുടെ ഭാര്യയോട് സംസാരിക്കുക, അയാളുടെ വീട്ടിലെ ആളുകളെ കൺവിൻസ് ചെയ്യുക, അയാളുടെ ഓഫീസിൽ സംസാരിക്കുക, ഇതൊന്നും നമ്മുടെ പ്രവൃത്തിയല്ല. നമ്മുടെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതുമല്ല. നമ്മൾ ആ മദ്യാസക്തനുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഈ പ്രോഗ്രാം എന്താണ്, ആ പ്രോഗ്രാം നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഇന്ന് എങ്ങനെ പോകുന്നു, ഈ കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മദ്യാസക്തന് ചെയ്യുന്ന പോലെ ഈ പറയുന്ന ഒരു ഡോക്ടർക്കോ വേറുള്ള ആളുകൾക്കോ പറ്റില്ല. കാരണം നമുക്ക് അനുഭവങ്ങളുണ്ട്. നമുക്കൊരു മദ്യാസക്തനെ മനസ്സിലാവും, അവന്റെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ്, ഐക്യമാണ് എല്ലായിടത്തും. അതുകൊണ്ടല്ലേ വ്യത്യസ്തരായ വിവിധ എന്താ പറയുക വിഭാഗങ്ങളിലും വിവിധ അനുഷ്ഠാനങ്ങളിലും വിവിധ രീതികളിലുമുള്ള നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട്, ഐക്യത്തോടു കൂടി നിൽക്കുക. അവിടെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് യോജിക്കാനാവാത്ത ആളുകളുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഷെയറിങ്ങുകളുണ്ട്, നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളൊരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ രോഗവിമോചനം എന്ന് പറയാറ്. അപ്പോ അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റു മേഖല, നമുക്കറിയുന്ന മേഖലകൾ, നമുക്ക് വൈദ്യശാസ്ത്രത്തോട് താല്പര്യം ഉണ്ടായിരിക്കാം, നമുക്ക് മറ്റു മേഖല, അതൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. നമ്മൾ അവരോട് എന്ത് ചെയ്യില്ല, അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മൾ അവിടെ പോയിട്ട് അഭിപ്രായവും പറയുന്നില്ല. നമ്മൾ അവരുമായിട്ട് മത്സരിക്കാനുമില്ല. മതവുമായിട്ട് നമ്മൾ മത്സരിക്കാനില്ല. അതിലൊന്നും മാർഗമില്ല എന്ന് നമ്മൾ പറയാനില്ല. നമ്മുടെ ഊർജം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മദ്യാസക്തരിലേക്ക് കൊടുക്കുക. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ പല തർക്കങ്ങളും ഉണ്ടാവുന്നുണ്ട്. ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ പെട്ടും നമ്മുടെ ഊർജം നമ്മൾ ചെലവഴിക്കാറുണ്ട്. നമ്മൾ എത്ര പേര് ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു വാർഷികം നടക്കുമ്പോൾ ആ വാർഷികത്തിന്റെ ആ ഒരു ഫെലോഷിപ്പിംഗ് ആണ്, ഒരു കൂടിച്ചേരലാണ്. അതിനോടൊപ്പം തന്നെ എത്ര പേർക്ക് സന്ദേശം കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് സന്ദേശം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് നമ്മൾ മദ്യ എന്തിനാണ് ഓരോ ഭാഗത്തും ഫെലോഷിപ്പ്? തീർച്ചയായിട്ടും പുതിയ ആളുകളിലേക്ക് സന്ദേശം കൊടുക്കുക എന്ന ആ ഒരു പ്രാഥമിക ഉദ്ദേശമാണ്. അവിടെയാണ് പറയുന്നത് ഏതൊരു പ്രവൃത്തി നടന്നാലും അവിടെ എന്തായിരിക്കണം, മറ്റു മദ്യാസക്തർക്ക് സന്ദേശം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം എന്ന് പറയാണ്. ഏതൊരു ഒറ്റ ഉദ്ദേശമുള്ളൂ ഈ പാരമ്പര്യത്തിൽ. അതെന്താണ്? കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. അവരിലേക്ക് നിങ്ങൾക്കൊരു വഴിയുണ്ട്. പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കുടിച്ചു കടക്കേണ്ടതില്ല. നിങ്ങൾക്ക് മദ്യാസക്തി ഒരു കുഴപ്പമാണോ? ആണെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരമുണ്ട്. ആ പരിഹാര മാർഗത്തിനായിട്ട് ഞങ്ങളുടെ ഒപ്പം പോരാം. ഞങ്ങൾ അതിന് മാറി നിൽക്കുന്ന ആളുകളാണ്. ആ സന്ദേശമാണ് എത്തിച്ചു കൊടുക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ കാരണവും. വേറൊന്നുമില്ല. വേറെ ഏതൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്, അവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ഒരു കാര്യം പോലും നമ്മൾ പഠിച്ചതാണ്, കടുത്ത വില കൊടുത്ത് പഠിച്ചതാണ്. നിരവധി അനുഭവങ്ങളോട് ഇനി വരുന്ന പേജുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അഞ്ചാം പാരമ്പര്യത്തിന്റെ യുക്തിയുടെ ഫലമാണ് ആറാം പാരമ്പര്യം. ആറാം പാരമ്പര്യം കൃത്യമായിട്ട് പറയുന്നു, ഓരോ ഗ്രൂപ്പും ഒരിക്കലും പുറമേയുള്ള സംരംഭങ്ങളെ അനുകരിക്കുക, ധനപരമായി ഇടപെടുത്തുക, എയുടെ പേര് ബന്ധപ്പെടുത്തുക, ഇതൊന്നും ചെയ്യരുത്. അല്ലാത്ത പക്ഷം ധനപരമോ വസ്തുപരമോ അഭിമാനപരമോ ആയ കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നമ്മളെ വഴിതെറ്റിക്കും. നമുക്കറിയാം, അഞ്ചാമത്തെ പാരമ്പര്യത്തിൽ നമ്മളൊരു കാര്യം കണ്ടു. നമുക്ക് ഏറ്റവും അറിയാവുന്ന പണി നമ്മൾ എടുക്കുക, വേറെ പണികൾ വേണ്ടവർക്ക് വിട്ടുകൊടുക്കുക. നമുക്കറിയാവുന്നത് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മാർഗമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോവുക, മറ്റു കാര്യങ്ങളെ അവിടെ മാറ്റി നിർത്തുക. അപ്പൊ അതെന്ത് ചെയ്തു? അതിന്റെ യുക്തി നമ്മൾ ആറാമത്തെ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തിച്ചു. നമ്മൾ ഗ്രൂപ്പാണ്, വ്യക്തി എന്ന നിലയ്ക്ക് നിന്ന് നമ്മൾ ഗ്രൂപ്പാവുന്നു. നമുക്കറിയാം, ഏറ്റവും മുകളിലുള്ളത് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് പുറമേയുള്ള ഒരു സംരംഭങ്ങളെയും നമ്മൾ അനുകരിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഹാബുകൾ ഉണ്ടാവും, മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. അവിടെ ആയിട്ടൊന്നും നമ്മൾ അവരുടെ സൗജന്യം സ്വീകരിക്കരുത്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് നമ്മൾ നടത്തുകയാണത് AA ഗ്രൂപ്പ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതായിരിക്കണം. അതെവിടെയും നമ്മൾ അവിടെ പൈസ കൊടുത്ത് വാടക കൊടുക്കുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. ആരുടെയും സൗജന്യം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരാളുടെ സൗജന്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് അവിടെ സ്വതന്ത്രമായിട്ട് വർത്താനം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആറാമത്തെ പാരമ്പര്യം നമ്മളെ പറഞ്ഞിട്ടുള്ളത്. ഒരു റീഹാബുകളായിക്കോട്ടെ, മദ്യാസക്തി മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, ഹോസ്പിറ്റലുകാരായിക്കോട്ടെ, എവിടെയാണെങ്കിലും AA ഗ്രൂപ്പാണോ അത് നമ്മൾ അവിടെ പൈസ കൊടുക്കണം. കിറ്റി പാസ് ചെയ്യും. അവിടെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി നടത്തുന്ന പരിപാടി അത് എയുടെ പരിപാടി ആയിരിക്കില്ല. അത് വേറെയാണ്, എയുടെ രീതിയിലായിരിക്കാം. A എന്ന പേര് പുള്ളിക്ക് വിളിച്ചാലും അത് AA ഗ്രൂപ്പായിട്ട് അറിയപ്പെടില്ല. എയുടെ ഗ്രൂപ്പിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഒരു കാര്യങ്ങളുമായിട്ടും നമ്മൾ അവരെ അനുകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ധനപരമായിട്ട് അവരുടെ അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു സൗജന്യം സ്വീകരിക്കുക, ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കടപ്പാടാവും. നമ്മൾ തന്നെ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഞാനൊരു 100 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാണ്ട് സൗജന്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയാൾക്കെതിരെ നാളെ അയാൾ എന്ത് മോശം ചെയ്താലും തിരിച്ചു പറയാൻ പറ്റില്ല. ഒരു കാര്യമില്ലാതെ അയാളുമായിട്ട് ഒരു ബാധ്യത വരുത്തി വെക്കും. അപ്പൊ ആ രീതിയിൽ പറയുകയാണ്. നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിന് വഴിതെറ്റിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ. ഇത്തരം പരിപാടികളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ മദ്യാസക്തർക്ക് സന്ദേശം കൊടുക്കുന്നതിന് പകരം വേറെ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ തിരിക്കും. നമ്മൾ ഒരു ബിസിനസ് ഗ്രൂപ്പായിട്ട് മാറും. അവിടെ കച്ചവടങ്ങളാവും. അപ്പൊ അവിടെ ഇപ്പൊ റീഹാബാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താവും? നമ്മൾ അവിടുത്തെ ബിസിനസ് കൂട്ടുക എന്ന ചർച്ചയിലേക്ക് നമ്മൾ നീങ്ങും. അതുകൊണ്ടാണ് ആറാമത്തെ പാരമ്പര്യം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന AA ഗ്രൂപ്പുകൾ പുറമേയുള്ള ഒരു സംരംഭങ്ങളെ അനുകരിക്കരുത്, ധനപരമായിട്ട് ഒരു കാര്യവുമായിട്ട് ഇടപെടുത്തരുത്. നമ്മൾ AIയുടെ പേര് ബന്ധപ്പെടുത്തരുത്. ഇപ്പോ നമുക്കറിയാം, പല പരിപാടികൾ നടക്കാറുണ്ട്. മദ്യവിമുക്തി അല്ലെങ്കിൽ മദ്യവിമോചനം, മദ്യവർജനം, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവരുമായിട്ട് നമ്മൾ സഹകരിക്കുക. ഇപ്പൊ നമ്മൾ മീഡിയയുടെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ പോലും നമ്മൾ ആ സൂക്ഷ്മത പാലിക്കാറുണ്ട് എന്നല്ല, പാലിക്കണം എന്നാണ് നമ്മുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. പണ്ടത്തെ പഴമക്കാരൊക്കെ അത്തരത്തിലേക്ക് നിന്ന ആളുകളാണ്. കാരണം നമ്മളവിടെ ഏതെങ്കിലും തരത്തിൽ അത് വിവാദമാകാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാറി നിൽക്കും. നമ്മൾ മനസ്സിലാക്കണം, ഈ മീഡിയക്കാർ വിളിക്കുന്ന എന്തിനാണ്? അവിടെ നമുക്കൊരൊറ്റ ഉദ്ദേശമുള്ളൂ. നമ്മൾക്ക് അവിടെ വ്യക്തിപരമായിട്ട് ആള് കളിക്കല്ല. നമ്മുടെ അനോണിമിറ്റി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളുന്ന സ്ഥലത്തേ നമ്മൾ പോകുള്ളൂ. അങ്ങനെ നമ്മൾ പോയ സ്ഥലത്തെല്ലാം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും നമ്മുടെ ആമീർ ഖാന്റെ പരിപാടിയൊക്കെ നമുക്ക് ഇന്ത്യയിലെ കാര്യത്തിൽ നമുക്കറിയാം. അതേപോലെ നമ്മുടെ ജാക്ക് അലക്സാണ്ടറുടെ ലേഖനം പോലെയായിരുന്നു. എത്ര പഠിച്ചിട്ടാണ് ബില്ലൊക്കെ ഓരോ ലേഖനവും ജാക്ക് അലക്സാണ്ടർ ഒക്കെ എഴുതിയത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മളിവിടെ വിശദമായിട്ട് ചേട്ടനൊക്കെ അത് പറയാറുണ്ടായി. ആ ജാക്ക് അലക്സാണ്ടറുടെ നിരവധി യാത്രകൾ നടത്തി പരിപൂർണമായി ബോധ്യമായി ഒരു വാർത്ത എങ്ങനെയായിരിക്കണം നല്ല വാർത്ത എന്ന് ബിൽ വിൽസൺ പറയാറുണ്ട്. അത്ര ഹോംവർക്കുകൾ ചെയ്തിട്ട് നമ്മൾ അന്ന് ചെറിയ ഗ്രൂപ്പ് ആവുന്ന കാലത്ത് നമ്മൾ പ്രവർത്തിച്ചിരുന്നു. അതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം. നമ്മളെ മനസ്സിലാക്കുന്ന പത്രമാധ്യമങ്ങൾ നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അനോണിമിറ്റിയെ നമ്മളെ പുകഴ്ത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരാളും ആള് കളിക്കാത്ത
ആരുടെയും പേരുകളില്ലാത്ത വാർത്തകൾ കണ്ടിട്ട് ഇപ്പൊ കണ്ണൂരൊക്കെ ഉള്ള പഴയകാല അംഗങ്ങൾ പറയാറുണ്ട്, പലരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പറയും നമ്മുടെ നോട്ടീസൊക്കെ കണ്ട്. പിന്നെ പേരൊന്നും വെക്കാറില്ല, അംഗം എന്നാണ് വെക്കാറുള്ളത്. വളരെ മഹനീയമായ ഒരു മാതൃകയായിരുന്നു ഒക്കെ. അപ്പൊ ആൾക്കാർക്ക് അത് ശ്രദ്ധിക്കപ്പെടും തീർച്ചയായിട്ടും. ഇത് കണ്ടില്ലേ, ഇവിടെ ഓരോ സംഘടനയിലും വേദിയിലിരിക്കാൻ ആളുകൾ തല്ലുകൂടുമ്പോ ഇവിടെതാ സ്വന്തം പേര് പോലും വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ആ ചിന്ത. അങ്ങനെയാണ് എ വളർന്നു വന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ഫൗണ്ടേഷൻ, ഇപ്പോ ജനറൽ സർവീസ് ബോർഡ് യഥാർത്ഥത്തിൽ മദ്യനിരോധനം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസം, പരിവേഷണം, അതെല്ലാം തന്നെ ചെയ്യാനാകുമായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ ഫൗണ്ടേഷൻ, ആദ്യകാലത്ത് ആൽക്കഹോളിക്സ് ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ ജനറൽ സർവീസ് GSO ബോർഡ്, അവിടെ മദ്യനിരോധനം നമ്മൾ തുടക്കത്തിലെ നമുക്കൊരു മുന്നേ പോയ ഒരു 6 ലക്ഷം പേരായിട്ടുള്ള നമ്മുടെ വാഷിംഗ്ടോണിയൻ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ അമേരിക്കയിൽ ഇറങ്ങിത്തിരിച്ച അമേരിക്കൻ സെനറ്റിൽ വരെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് വാഷിംഗ്ടോണിയൻകാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പിടിപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ബാറിൽ നിന്ന് ആരംഭിച്ചവരാണ് പറയാം 6 പേര് ചേർന്ന്. അവര് മദ്യനിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിക്ക് നിന്നപ്പോഴാണ് ആ ലോബിയുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ആ സംഘടന ഒന്നുമല്ലാതെയായിപ്പോയി. പിന്നെ അവർ ആവശ്യമില്ലാത്ത അടിമത്തമടക്കം പല കാര്യങ്ങളിലേക്കും ഇറങ്ങി തിരിച്ചൊക്കെ നമ്മൾ ഇനി വരുന്നുണ്ട്, വരും പേജുകളിൽ ചർച്ച ചെയ്യും വാഷിംഗ്ടോണിയന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ മദ്യനിരോധനത്തിന് നമുക്കറിയാം, മദ്യനിരോധനം എളുപ്പമുള്ള വഴിയല്ല നമുക്കറിയാം. അതുകൊണ്ട് മദ്യം നിരോധിച്ച കാലത്തും മദ്യമില്ലാതെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഇല്ലാതിരുന്നപ്പോഴും നമ്മുടെ സഹസ്ഥാപകര് വാറ്റി കുടിക്കേണ്ടവൻ വാറ്റിയിട്ടും കള്ളക്കടത്തിലൂടെ വരുന്ന കള്ളുകൾ കൈകാര്യം ചെയ്തിട്ട് നമ്മുടെ ആളുകൾ കുടിച്ചിരുന്നു. കള്ളുകൂടി തന്നെ സാധനം കുടിക്കും. നമുക്ക് കോവിഡൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ നാട്ടില്. അപ്പോ മദ്യനിരോധനം ഒഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാം പയറ്റിയിട്ടുണ്ട്. നമ്മൾ പയറ്റാത്ത ഒന്നും തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇതൊക്കെ കടന്നു പോയിട്ട് നമ്മുടെ മൂത്താപ്പന്മാര് ചെയ്യാത്ത ഒന്നും ഇവിടെ ഇപ്പൊ നടക്കുന്നില്ല. പലരും വിചാരിക്കും ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ വലിയ പരിഷ്കരണം വരുത്തുന്ന വിപ്ലവകാരിയാണെന്നൊക്കെ ഒട്ടോപ്പിയയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഈ ചരിത്രം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്റെ ഒട്ടോപ്പിയൻ ചിന്തകളായിരുന്നു അത് എന്നൊക്കെ. അപ്പൊ അവിടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ആളുകൾ അണ്ണന്മാർ ഇടപെട്ടിരുന്നു. എല്ലാ കാര്യങ്ങളും അവിടെ ഹോസ്പിറ്റലുകളിൽ ആളെ കൊണ്ടേ കടത്തുക, അവൻ തിരിച്ചു വന്നു കഴിഞ്ഞ് നിർബന്ധപൂർവം നമ്മുടെ ഒരു അംഗം സംസാരിച്ചിരുന്നു. ക്ലാരൻസിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും നിർബന്ധപൂർവ്വം 5 ദിവസം ഹോസ്പിറ്റൽ വാസം നിർദ്ദേശിച്ചിരുന്നു. ടെമ്പററി സ്പോൺസർഷിപ്പ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇത്ര ദിവസം മീറ്റിങ്ങിന് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ ഇടപെട്ടിരുന്നു. നമ്മൾ ജോലിയാക്കി കൊടുക്കുക, ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുക, വീടുകളിൽ താമസിപ്പിക്കുക, ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒട്ടകത്തിന് ടെന്റിൽ അവസരം കൊടുത്ത പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവസാനം അവിടുന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ അവിടെയുള്ള ആളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം തൊട്ട് പല പല പ്രശ്നങ്ങൾ, അവസാനം ഈ ജോലി കൊടുത്ത ആളെ ചീത്ത വിളിക്കുന്ന അവസ്ഥ, പല അനുഭവങ്ങളും. അതൊക്കെ നമ്മൾ രസകരമായിട്ട് പിന്നീട് നമ്മുടെ പഴമക്കാർ കണ്ടതുകൊണ്ട് നമ്മൾ അതൊന്നും എഴുതിയിട്ടില്ല, പല അനുഭവങ്ങളും. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മളെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോർഡിൽ നിന്ന് ചെയ്യാൻ വേണ്ട സഹായം എത്തിക്കുക. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ പറയും, നമ്മുടെ ഈ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മീറ്റിംഗിൽ വായിക്കുമ്പോൾ ചില കുടിച്ചിട്ട് വിളിച്ചിട്ട് പറയേ, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ല, കുടിച്ചിട്ട് ബാറിന്ന് വിളിക്കുകയാണ്, എനിക്കിന്ന് വീട്ടിൽ പോകണം, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ എനിക്ക് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നിങ്ങൾ മീറ്റിംഗിലൊക്കെ വെറുതെ പറയാണ് എന്ന് പറയും. അപ്പൊ ഇത്തരം സഹായം നമ്മൾ ചെയ്യാത്തതിന്റെ കാരണം വീട്ടിലെ ആളെ നേഴ്സിന്റെ പരിചരണം ചെയ്യുക, പൈസ സഹായിക്കുക, പൈസ കൊടുക്കുക, ജോലി ശരിയാക്കി കൊടുക്കുക, ഈ പരിപാടി ഒന്നും നമ്മളുടെ അടുത്തില്ല. അതെന്തുകൊണ്ടാണ്? അതേമാതിരി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, നമുക്ക് മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ വ്യക്തിപരമായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിൽ ഇത്തരം ഒരു ബന്ധമില്ല. ഒരാൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പേര് ദോഷമൊക്കെ ഉണ്ടാവും, അയാൾ ശരിയല്ല, അവൻ വെറും പൊങ്ങച്ചക്കാരനാണ്. നമ്മൾ ആ പരിപാടിക്കല്ല ഇവിടെ നിൽക്കുന്നതന്നെ, മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ല അത്. അതിന് വ്യക്തമായ കാരണം പറയുന്നുണ്ട്. ഏക്കാർ തമ്മിലുള്ള ബന്ധം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, ഈ പറയുന്ന കാര്യത്തിനല്ലാണ്ട് ഉണ്ടായ എല്ലാ ബന്ധങ്ങളും കുഴപ്പമുണ്ടായിട്ടുണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ മോശക്കാരായ ആളുകളില്ല. എന്റെ ഉദാഹരണം അങ്ങനെയാ. എനിക്ക് നല്ല രീതിയിൽ എന്റെ സുഹൃത്തായിരുന്ന ആളെ, അയാളുടെ ജീവിതം ഏറ്റവും മാത്രമാണെന്ന് പറയുന്ന ഞാന്, തെറ്റിക്കഴിഞ്ഞാൽ അവനെ പോലെ തെണ്ടി വൃത്തികെട്ടവൻ വേറില്ല എന്ന് ഞാൻ പറയും. ഇന്നലെ പറഞ്ഞതൊക്കെ ഞാൻ വിഴുങ്ങും, അവന്റെ കുറ്റം പറയാൻ തുടങ്ങും.
പ്രത്യേകിച്ച് സാമ്പത്തികമൊക്കെ നമുക്കറിയാം വളരെയധികം പ്രശ്നമാണ് നമുക്ക്. ഒരു അച്ചടക്കവും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ. നമുക്ക് കിട്ടാതെ ആയാൽ, നമ്മുടെ ആവശ്യത്തിന് പൈസ ഇല്ലാതെ ആയാൽ നമ്മൾ പാനിക്കാവും. നമ്മളിപ്പോഴത്തെ സുഖവും സ്വസ്ഥതയൊക്കെ പോകാൻ നമുക്ക് സാമ്പത്തിക പ്രശ്നം പറയാറുണ്ട്. ഭൗതികതയല്ല എല്ലാം എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കാറുണ്ട്, പൈസ ആവശ്യത്തിന് പൈസ കയ്യിലില്ലെങ്കിൽ അവിടെ തീർന്നു ഞാനെന്ന മധ്യാസക്തന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ധനപരമോ വസ്തുപരമോ അഭിമാനപരമായ കാര്യങ്ങൾ, അത് ഗ്രൂപ്പിന്റെ കാര്യത്തിലും വേണം വ്യക്തിപരമായ തലത്തിലും നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. പണ്ട് കാലത്ത് നമ്മൾ ഇതെല്ലാം ചെയ്തു. നമ്മൾ വിദ്യാഭ്യാസ പരിപാടികൾ, മദ്യാസക്തരെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, അതേപോലെ പഠനങ്ങൾ നടത്തുക, മദ്യാസക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ മറ്റൊരു കാര്യവും ചിന്തിച്ചു, ഇതിനൊക്കെ ധാരാളം പണം വേണം. പുറത്ത് ഗ്രൂപ്പുകളിലും ഈ ഒരു ആശയം പ്രചരിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കാര്യമൊക്കെ വന്നപ്പോ നമുക്ക് നല്ല പണം വേണം. അപ്പൊ ആദ്യകാലത്ത് നമുക്കിത് അറിയില്ലോ. അപ്പൊ നമ്മള് ഭയങ്കര ആവേശപൂർവ്വമായിരിക്കില്ല. പുതിയൊരു ആശയം വന്നു കഴിഞ്ഞാല് നമ്മളെപ്പോഴും അങ്ങനെയാ. നമ്മുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാസനും വിജയനും പശുവിനെ മേടിക്കുന്ന നാടോടിക്കാറ്റ് പടത്തില് ശങ്കരാടിയെ പോലെ ഒരാള് പറയണ പോലെ, നല്ല കറവുള്ള ഒരു പശു ഉണ്ട് എന്ന് പറയും. ആഹാ, എത്ര കറവുണ്ട്? ആ, ഇത്ര ലിറ്റർ ഉണ്ട്. ഒരു ലിറ്ററിന് എന്താ വില? ആ, ഇത്ര. അപ്പൊ നമുക്ക് ഇത്ര ലാഭം കിട്ടുന്നുള്ള കാൽക്കുലേഷൻ. അപ്പൊ നമ്മൾ ഗ്രൂപ്പൊക്കെ തുടങ്ങുകയാണ്, നമ്മൾ കുറെ പൈസയൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ ഉള്ളിലങ്ങ് ഭയങ്കരമായിരിക്കും ലോകം. മദ്യാസക്തർക്ക് വേണ്ടി ജീവിക്കുക, മദ്യാസക്തരെ മൊത്തം അങ്ങ് നന്നാക്കുക, അതിലൂടെ വലിയ ലോകം കെട്ടിപ്പടുക്കുക, ഞാൻ വലിയ ത്യാഗം ചെയ്യുക, അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശയമൊക്കെ ചർച്ച ചെയ്തു. അക്കാലത്ത് ആശുപത്രികൾക്ക് ഞങ്ങളെ വേണ്ടായിരുന്നു. അതുകൊണ്ട് ആശുപത്രികൾ നമുക്ക് തന്നെ നടത്താമെന്ന് കരുതി. പൊതുജനങ്ങൾ മദ്യാസക്തി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. മെഡിക്കൽ ടെസ്റ്റുകളും സ്കൂൾ പാഠപുസ്തകങ്ങളും തിരുത്തി എഴുതേണ്ടതുണ്ട്. മദ്യാസക്തർ രോഗികളാണ്. അതുകൊണ്ട് നിയമങ്ങൾ തന്നെ നമ്മൾ മാറ്റി എഴുതേണ്ടതുണ്ട്. മയക്കുമരുന്നുകളുടെയും കുറ്റകൃത്യങ്ങളുടെയും ഇരുണ്ട ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. വിഷാദ രോഗികൾക്കും സംശയ രോഗികൾക്കും ന്യൂറോട്ടിക് രോഗികൾക്കും നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ ആശുപത്രിക്കാരെ നമുക്കറിയാം, നമ്മുടെ സ്പോൺസർഷിപ്പ് ഒക്കെ തുടങ്ങുന്നത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കടത്തണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയണം, കള്ളുകുടിയന് ആർക്കും വേണ്ട, അവന്റെ കുടുംബത്തിനും വേണ്ട, ആർക്കും വേണ്ട. അമിത മദ്യാസക്തന്റെ ജീവിതം അത്ര ദയനീയാണ്. അവനാർക്കും വേണ്ട. അവന്റെ കുടുംബം പോലും സത്യത്തിൽ അവൻ മരിച്ചാൽ സന്തോഷിക്കുകയും രക്ഷപ്പെടുകയും ചെയ്ത അനുഭവങ്ങളാണ്. നമ്മൾ പറയും പലപ്പോഴും നമ്മള് സത്യം, ഒരു ഇരുണ്ട സത്യം എന്ന് പറയുന്ന പോലെ, നമ്മുടെ മരണം കൊണ്ട് ഈ ലോകം നിലയ്ക്കുകയില്ല. നമ്മുടെ കുടുംബത്തിന് പോലും സത്യത്തില് അയാളെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ അവർ മനോഹരമായി മുന്നോട്ട് പോകുന്നതാണ് സത്യം ഉണ്ടായിട്ട്. കാരണം അത്രയധികം ബുദ്ധിമുട്ടുകൾ അവൻ കുടുംബത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വിഷമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മൾ തിരിച്ചറിയില്ല. നമ്മളൊപ്പമുള്ള കുടുംബത്തിലെ ആളുകളെ മൊത്തം വെറുപ്പിച്ചിട്ടും അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ നിലനിൽക്കും. അപ്പൊ ആ രീതി അന്നും ഉണ്ട് കള്ളുടിയന്മാർക്ക്. നമ്മളൊക്കെ പറയുക സായിപ്പിനെ കണ്ടു പഠിക്കണം, സായിപ്പിന്റെ കുടിയെക്കുറിച്ചൊക്കെ വാചാലമാകുന്ന മലയാളി കാണണം. അന്നും മദ്യാസക്തരെ അമേരിക്കയിലല്ല, നമ്മൾ മുണ്ടെടുത്ത് തലയെ കെട്ടാൻ സായിപ്പ് മുണ്ടെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാ കുടിയന്മാർക്കും ഇത് തന്നെ അവസ്ഥ. അവിടെയും ആശുപത്രികള്, ഈ പറയുന്ന ആശുപത്രികളിൽ അമേരിക്കയിലും മദ്യാസക്തരെ ചികിത്സിക്കാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ നമ്മളെന്തായി, അന്ന് നമ്മളെ ഭയങ്കര ബുദ്ധിമതികളായ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ നമ്മുടെ അംഗങ്ങൾ കരുതി നമുക്ക് ആശുപത്രി വേണം. ഭയങ്കര ആശയമാണല്ലോ നമുക്ക്. നമ്മളെല്ലാം ലോകത്തെ മറിമറിക്കാൻ പോകുന്ന ആളുകളാണല്ലോ. അപ്പൊ നമ്മൾ പറയും നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടാക്കാം, നമ്മൾ തന്നെ നടത്താം, എന്താ ഇപ്പൊ കുഴപ്പം? നമുക്ക് ആ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തില്ലേ? നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുക്കാലോ. നല്ല പരിപാടിയല്ലേ? നല്ല രസാ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി കടലപ്പിണ്ണാക്കും പരുത്തിക്കുരുമൊക്കെ കുറേശ്ശെ കൊടുത്താൽ പശു പറയേന്ന് പാല് തരും എന്ന് പറഞ്ഞ പോലെ, ആ ഹോസ്പിറ്റലിൽ എന്താ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, പുറത്തുനിന്ന് കുറച്ച് കാശൊക്കെ മേടിക്കാൻ നമുക്കത് കൊടുക്കാമല്ലോ, ലാഭം ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതുക. അതേപോലെ ഇനിയിപ്പോ ഏറ്റവും വലിയ പ്രശ്നം, ആൾക്കാർക്ക് ഈ മദ്യാസക്തിയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? ബോധവൽക്കരണം നടത്തണം. പൊതുജനങ്ങൾ ശരിയല്ലാന്നാ. ഞാൻ കുടിച്ചതല്ല പ്രശ്നം, എന്റെ ഭാര്യയെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതിനാണ് ഞാനൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട് ഷാർജയില്, സിമ്പോസിയങ്ങളൊക്കെ. മദ്യാസക്തി രോഗമാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ അനോണിമിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ തെരുവിലൊക്കെ നിന്ന് ഞാൻ പ്രസംഗിക്കുമായിരുന്നു, ഈ ബന്ധക്കോസുകാർ ചെയ്ത പോലെ കടന്നിട്ട് എന്താണ് ആൽക്കഹോളിസം എന്നും
ഇത് രോഗമാണ്, സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കൂ, മദ്യാസക്തനെ നിങ്ങൾ പരിഹരിക്കൂ, അല്ലെങ്കിൽ അവനെ പരിഗണിക്കൂ എന്നൊക്കെ ഞാനൊക്കെ പറയുമായിരുന്നു. അത്തരം ആളുകൾ അവിടെ പറയാണ്, മദ്യാസക്തർക്ക് അവർക്ക് വേണ്ട പരിഗണന സമൂഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല. ഇത് രോഗാണെന്ന് അറിയാണ്ട് ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക കള്ളുടിയന്മാരെ. നമ്മൾ അവരെ എന്ത് ചെയ്യണം? ബോധവൽക്കരണം നടത്തണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും അറിയുന്നില്ല. മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോലും മദ്യാസക്തി രോഗമാണെന്ന് ഇത് 1930 നമ്മുടെ 30 കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ 35-ന് ശേഷമുള്ള കാലഘട്ടങ്ങളിലും ടെക്സ്റ്റ് ബുക്കിലില്ല. ഇന്നും പല ഡോക്ടർമാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. 2025-ലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആലോചിക്കണം. അപ്പൊ അവിടുത്തെ ഹോസ്പിറ്റലിലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റണം. പിന്നെ കുട്ടികളുടെ പാഠപുസ്തകം ഏറ്റവും പഠിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂളിലാണ്. സ്കൂളിലെ പാഠപുസ്തകമൊക്കെ തിരുത്തി എഴുതുക. അവിടെ മദ്യാസക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുമ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്ക് പഠിക്കാം, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാം എന്നുള്ള വലിയ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണും. എയിൽ വരുന്ന മദ്യാസക്തന്റെ പല സ്വപ്നങ്ങൾ അവനുണ്ടാവുക. ഇപ്പോ നമ്മുടെ മീറ്റിങ്ങിലേക്ക് പുതുമക്കാരൊക്കെ കുറച്ച് കടന്നു വന്നാൽ നമ്മൾ അവരെ വെച്ചിട്ടൊക്കെ വലിയ സ്വപ്നങ്ങളൊക്കെ കാണും. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ തന്നെ കാര്യം അറിയില്ല. നമ്മൾ പറയും ഇന്നത്തെ ഒരു പരിപാടിയല്ലോ, അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടു കേട്ടോ, അവൻ ശരിയായിട്ടോ, അവൻ ശരിയാവില്ല. ഈ രണ്ട് വിധിക്കലുകൾക്കും പ്രസക്തിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയില്ല ഒന്നിനെ കുറിച്ചും, നമ്മളെ കുറിച്ച് പോലും നമുക്ക് ഉറപ്പില്ല. പിന്നെയാണോ നമ്മൾ പുതുമക്കാരൻ രക്ഷപ്പെട്ടു, അവൻ പ്രോഗ്രാമിലാണെന്ന് അളക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇത് അന്നത്തെ മദ്യാസക്തർക്കും ഉണ്ടായിരുന്നു നമ്മുടെ പോലുള്ള ചിന്തകൾ. അപ്പൊ നമ്മൾ വിഷമിക്കേണ്ടതില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ പഴമക്കാർക്കും ഉണ്ടായിരുന്നു. അവർ ഈ ലോകത്തെ മാറ്റിമറിക്കാമെന്ന് അവർ കരുതി. പുസ്തകങ്ങളിലൊക്കെ മാറ്റം വരുത്താം, അതിലൂടെ വലിയ സമൂഹത്തെ ഉണ്ടാക്കാമെന്ന് അവർ കരുതി. മദ്യാസക്തർക്ക് രോഗികളാണ്. അതുകൊണ്ട് എന്ത് വേണം? നിയമങ്ങൾ മാറ്റണം. അത്യാവശ്യം കള്ളുപിടിച്ച് വണ്ടി ഓടിച്ചാൽ മദ്യാസക്തനോട് പ്രത്യേക രീതിയിൽ പെരുമാറണം. സ്റ്റേറ്റ് പെരുമാറുന്നത് ശരിയല്ല. രാജ്യത്തെ ഭരണ നിയമങ്ങൾ മാറണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രക്ഷോഭങ്ങൾ ആരംഭിക്കണം. നമ്മൾ ശക്തമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്ന് നമ്മൾ കരുതി. നമുക്കെല്ലാം മാറ്റണമല്ലോ. മദ്യാസക്തിന് പരിഗണന കിട്ടണം, കുടുംബത്തിന് കിട്ടണം, സമൂഹത്തിന്റെ അടുത്ത് കിട്ടണം. പിന്നെ അടുത്ത പരിപാടി മയക്കുമരുന്നുകളുടെ കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തേക്ക് കടന്നു ചെല്ലണം. അത് അടുത്ത വിപ്ലവമാണ്. നമ്മുടെ എല്ലാവരെയും അങ്ങോട്ട് ശരിയാക്കി കളയാൻ നമ്മളങ്ങോട്ട് കരുതും. നമ്മളങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കിരീടം വെക്കാത്ത രാജാവാകും. നമ്മൾ വെച്ച് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരും, നമ്മളെന്തോ ഉയർന്നു നിൽക്കുന്ന ആളായിട്ട് നമുക്ക് തോന്നും സ്വയം. അപ്പൊ നമുക്ക് ഈ ലോകത്തെ അങ്ങോട്ട് നന്നാക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങും. അപ്പൊ കുറ്റകൃത്യങ്ങൾക്ക് പലതിനും പിന്നിൽ മദ്യമാണ്. നമ്മൾ തന്നെ ഇപ്പൊ ചർച്ച ചെയ്യാറില്ലേ? പല അപകടങ്ങളും ഉണ്ടാകുമ്പോൾ, പല വാർത്തകളും കാണുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യമില്ല. ഈ മാധ്യമങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ അവന്റെ ശരീരഭാഷയും അവന്റെ രോഗത്തെക്കുറിച്ചൊക്കെ വെറുതെ വിധിക്കും, ഒരു കാര്യമില്ലാണ്ട്. അപ്പൊ നമ്മുടെ അത്തരം വിധിക്കലുകളൊക്കെ നടത്തി. ആ വിധിക്കലുകളിലൂടെ എന്തു പറ്റി? ആ ആൽക്കഹോളിക്സ് അനോണിമസ് അവിടേക്ക് കടന്നു ചെല്ലണം എന്ന് പറഞ്ഞു. വിഷാദ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്തണം. വിഷാദ രോഗികൾക്ക് എന്ത് വേണം? ആശ്വാസം കൊടുക്കണം. അതേപോലെ സംശയ രോഗികൾ ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പല പല ആളുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. പല രീതിയിലാണ് മദ്യാസക്തരുണ്ട്. എന്നും ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മരുന്ന് കഴിച്ചാൽ സാധാരണക്കാരുടെ പോലെയല്ല, നമുക്കുണ്ടാവുന്ന ഡിപ്രഷൻ അല്ല അത്. ബൈപ്പോളർ രോഗം ഒരുവിധം മദ്യാസക്തർക്കൊക്കെ ഉണ്ടാവുന്നതായിട്ട് പറയാറുണ്ട്. നമ്മളതിന്റെ പഠന വിഷയം അല്ലാത്തതുകൊണ്ട് നമ്മളത് നടത്താറില്ല എന്നുള്ളതാണ്. അതേപോലെ ഈ പറയുന്ന ന്യൂറോട്ടിക് ആയിട്ടുള്ള രോഗമുള്ള ആളുകൾ, വേറെ പല സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളുകൾ, അവർക്കൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതിലൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. സെക്ഷൽ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇറങ്ങിത്തിരിക്കണം എന്നൊക്കെ നമ്മൾ കരുതി. മദ്യാസക്തിയെ തോൽപ്പിക്കാനായാൽ മറ്റെന്ത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാനാകും. എയുടെ കറ തീർന്ന സത്യസന്ധത രാഷ്ട്രീയം ശുദ്ധമാക്കും. വ്യവസായശാലകളിൽ തൊഴിലാളിയും മുതലാളിയും പരസ്പരം സ്നേഹിക്കും. സന്തോഷത്തോടെ ജീവിക്കാനാകുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനാകും എന്ന് ഞങ്ങൾ കരുതി. പുതിയ ഒരു ആത്മീയതയുടെ കുന്തമുനയാകും ആൽക്കഹോളിക് അനോണിമസ്. നമ്മുടെ ലോകം, നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. വളരെ രസകരമായ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് സത്യത്തില് ഇതൊക്കെ വായിച്ച സമയത്ത് എനിക്ക് വലിയ ആശ്വാസം തോന്നി. ഞാന് ഖത്തറിലേക്ക് ചെല്ലുമ്പോ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചൊരു കാര്യം എന്താ അറിയോ? ഖത്തറിലെ മലയാളികളെയൊക്കെ ഒന്ന് കൂട്ടി. ദുബായിൽ എന്തായാലും വലിയ വേറെ രീതി പ്രവർത്തനമാണ്. അപ്പോ മദ്യാസക്തരല്ലാത്ത ആളുകളൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. എന്റെ ഒരു സുഹൃത്തിന് രാത്രി ഒറ്റയ്ക്ക് കടന്നുറങ്ങാൻ ഭയങ്കര വിഷമം. അപ്പൊ അയാൾ എന്നെ ഖത്തറിലേക്ക് കൊണ്ടുപോയ ഒരാളാണ്. അയാളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ കൊണ്ടുപോകുമ്പോ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു അയാൾക്ക്. അപ്പൊ ഹാർട്ട് അറ്റാക്കിന് ശേഷം ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, മരണമായ പുള്ളി.
ഞാൻ പറഞ്ഞു എന്റെ അടുത്തൊരു 12 പടിയുണ്ട്, നിങ്ങൾ ആ പടി കൂടെ കടത്തി വിട്ടിട്ട് ഞാൻ ശരിയാക്കി തരാന്നൊക്കെ ഹിരവാദം പറഞ്ഞ് ഞാൻ അവിടെ എത്തി. 6-ാം ദിവസം അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിച്ചു ഞാൻ. നീ എന്നെ ഇപ്പൊ കയറ്റി വിട്ടോ ഖത്തറിൽ എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ. ഇത് ഞാൻ എന്ന് തന്നെ എനിക്ക് തന്നെ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആകുമ്പോ എനിക്ക് സ്വയം ശ്രദ്ധാവ് ഇടയ്ക്ക് വന്ന് ഞാൻ എന്താ ഇങ്ങനെ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്റെ പഴമക്കാരും ഇതുണ്ടായി. നമ്മൾ പറയില്ല, അടുത്ത വീട്ടിൽ കറന്റ് പോകുമ്പോ ഉണ്ടാവുന്ന ഒരു ആശ്വാസം കയ്യിൽ കിട്ടാറുണ്ട്. ഞാൻ മാത്രമല്ല കുഴപ്പക്കാരൻ, ഇങ്ങനെ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. എന്റെ രോഗത്തിന്റെ തീവ്രത ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ മദ്യാസക്തിയെ തോൽപ്പിക്കാനായാല് മറ്റെന്ത് പ്രശ്നവും പരിഹരിക്കാനാകും എന്ന് നമ്മുടെ പഴമക്കാര് കരുതി. പാവങ്ങൾ ശുദ്ധമായിട്ടുള്ള മദ്യാസക്തർ ഇങ്ങനെ വരുതിയാണ്. മാത്രമല്ല വലിയ തത്വങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മുടെ ഈ ബിസിനസ് മീറ്റിങ്ങിലൊക്കെ ആൾക്കാർ തല്ലുകൂടുമ്പോ മദ്യാസക്തർ തമ്മിൽ ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുകയും പുതുമക്കാരും ഇതിനെ കുറിച്ച് മനസ്സിലാവാത്തവർക്ക് ഇത് എന്താ ഇവരൊക്കെ പടികൾ ചെയ്തിട്ടുണ്ടോ, ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട്. നമുക്കറിയില്ല മദ്യാസക്തരെ ദൈനംദിന സുസ്ഥിതിയുള്ളൂ, എന്താ പടി എന്നൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുവരെ നമ്മൾ ഇതിനെ പിരിക്കും. നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നം കാണില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നം കാണും. അപ്പൊ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സത്യസന്ധത, ഈ തത്വങ്ങളൊക്കെ ഭയങ്കരമാണ്. പക്ഷെ ഇത് പാലിക്കേണ്ടത് ആരാ? അവനവൻ പാലിക്കണേ. ഇവിടെ മറ്റുള്ളവന്റെ പാലിക്കാത്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പാരമ്പര്യം പറഞ്ഞിട്ടുള്ളത് എന്നോട്. ഇവിടെ എന്താ പറ്റിയാന്ന് വെച്ചാൽ ഏയുടെ ഈ തത്വങ്ങളൊക്കെ കൊണ്ട് ഇപ്പൊ രാഷ്ട്രീയം ഞാൻ അങ്ങ് ശുദ്ധമാക്കും. ഇതൊക്കെ ഞാൻ ആൾക്കാരെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഏത് ഇന്നലെ വരെ കുടിച്ച് കാളച്ചാലിലും റോട്ടിലും കടന്ന ഞാൻ പോയി ക്ലാസ് എടുക്കുമ്പോ നടക്കട അവിടുന്ന് പറയും ആൾക്കാർ. ഈ ബോധ്യമില്ല. കുടിയനായിരുന്നു. കുടിയന്റെ വാക്കിന്റെ വില എന്താ? അവൻ കുടി നിർത്തിയ പ്രമാണിയൊന്നും ആവില്ല, അവൻ പുണ്യാളനാവില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇന്നലെ വരെ റോട്ടിൽ കടന്ന ഞാന് ഇന്ന് അവിടെ ക്ലാസ് എടുക്കാൻ പോയുള്ള അവസ്ഥ എന്താവും? എന്റെ കുടി നിർത്തായിരുന്നില്ലേ? അവിടെ പറയാണ് നമ്മൾ രാഷ്ട്രീയം സംശുദ്ധമാക്കാം എന്ന് പറഞ്ഞിറങ്ങി വ്യവസായശാലകളിലെ തൊഴിലാളിയുടെയും മുതലാളിയുടെയും പരസ്പരം സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ, തൊഴിലാളി മുതലാളി ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു സഹകരണം. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും, മറ്റുള്ളവർക്ക് കാട്ടിക്കാനാകും. അപ്പൊ എന്താണ് ഒരു കുന്തമുന. നമ്മളുടെ അടുത്ത് ഒരു പുതിയ ആത്മീയത കിട്ടി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആശയങ്ങൾ മഹത്തരമാണ്, തീർച്ചയായിട്ടും മാത്രമാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ലോകത്തെ അങ്ങ് മാറ്റിമറിക്കുക. നമ്മുടെ ഭാര്യയെ മാറ്റിമറിക്കുക, ഭാര്യയ്ക്ക് 12 പടിയും 12 പാരമ്പര്യവും വായിക്കാൻ പറയുക, അവരുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക. ഇതൊന്നും യഥാർത്ഥത്തിൽ എവിടെയും നമ്മളെ എത്തിക്കില്ല. അതിന് പകരം എന്താവും? നമ്മൾ മാറിയിട്ടുണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരെ മാറ്റാനുള്ള ശ്രമം നടത്തുന്ന പോലെ അന്നത്തെ പഴമക്കാരായിട്ടുള്ള അധ്യാസക്തര് ഈ ലോകത്തെ അവരുടെ നല്ല മനസ്സോടുകൂടി തന്നെ നമുക്കത് അങ്ങനെയും പറയാം, ഈ ലോകത്തെ മാറ്റണം, രാഷ്ട്രീയം മാറണം, മറ്റു കാര്യങ്ങളൊക്കെ മാറിയാൽ നമ്മളൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകം മനോഹരമായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളാൽ എന്ന് കരുതുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മഹത്തരമായ ആശയങ്ങളാൽ ഈ ലോകം, അധ്യാസക്തരല്ലാത്തവർക്ക് ഇത്തരം പ്രശ്നങ്ങളും അനിയന്ത്രിതാവസ്ഥകളും ഒക്കെ ഉണ്ടല്ലോ, അതിലൂടെ ഈ ആശയങ്ങളൊക്കെ ഈ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് ഉപകരിക്കാം. ഒരു വിപ്ലവം തന്നെ, ഒരു വിപ്ലവം തന്നെ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പഴമക്കാർ ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ് ഈ ഒരു പാരമ്പര്യങ്ങളിലേക്കൊക്കെ കടന്നു വന്നത്. എന്തായാലും ഞാൻ ഈ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്നത്തെ ഭാഗത്ത് നിർത്തുകയാണ്. ഇനി എന്താ പറയാ, ഷിബി ചേട്ടനെ വിളിക്കുന്നതിന് മുന്നേ വിജയ് ചേട്ടൻ എന്തെങ്കിലും ഈ ഭാഗത്ത് കൂട്ടിച്ചേർക്കാനുണ്ടോ? വിജയ് ചേട്ടൻ ഫ്രീ ആണെങ്കിൽ 2 വാക്ക് പറയുന്നോ? ഹലോ, വിജയ് ചേട്ടാ ഔണ്ണി സുഹൃത്തുക്കളെ 2 വാക്ക് മധ്യാസക്തനാണ് പറഞ്ഞോളൂ. ദേവഗുരു. സുഹൃത്തുക്കൾ മധ്യാസക്തനാണ് ദേവഗുരുപേര് മഹത്തായ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഇന്ന ദിവസം ഇതുവരെ മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് വിജയ്. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. കുറച്ച് വൈകിട്ടാണ് കേട്ടത്. 5ഉം 6ഉം ട്രഡീഷനെ സംബന്ധിച്ചിട്ടുള്ള ഉണ്ണിയുടെ വിശദീകരണം എല്ലാം കേട്ടു. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് 6ാമത് ട്രഡീഷനോടനുബന്ധിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളുമായിട്ട്, മറ്റുള്ള ഓർഗനൈസേഷനോ കാര്യങ്ങളോ നമ്മുടെ പണസംബന്ധമായി അതൊരു ബന്ധമില്ല എന്ന് ആ ഒരു രീതിയിലുള്ള ആ ട്രഡീഷൻ. അപ്പം പലപ്പോഴും ഷുഡ് ഓൾവേസ് റിമെയിൻ പുവർ എന്ന രീതിയിൽ തന്നെയാണ് വന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന് പണത്തിന്റെ ആവശ്യമില്ല. പണം ആൽക്കഹോളിക്സ് അനോണിമസിനെ നശിപ്പിക്കുമെന്നുള്ളത് ധാരണ മുന്നേ തന്നെ നമ്മൾ കേട്ടതുമാണ്. നമ്മുടെ റോക്ക്ഫെല്ലറിന്റെ ജോൺ ഡി റോക്ക്ഫെല്ലറിന്റെ ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ആൽബർട്ട് സ്കോട്ട് പോലുള്ള ആളുകളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് കൊടുത്ത കാര്യങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിന് പണം നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ പേര് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ബില്ല് വളരെയധികം ബോധവാനായിരുന്നുള്ള ഈ ഹോസ്പിറ്റലുകൾ നടത്താനുള്ള കാര്യങ്ങൾ പലപ്പോഴും ഹോസ്പിറ്റലുകൾ ആദ്യം തന്നെ സെയിൽസ്മാൻ ബില്ലിന്റെ മനസ്സിൽ ആദ്യം തന്നെ ഉയർന്നു വന്നിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആൽക്കോളിക്സ് അനോണിമസ് എത്രമാത്രം അതിന്റെ ആ ഒരു അപജയത്തിലേക്ക് പോകുന്നൊക്കെ അദ്ദേഹത്തിന് പിന്നീട് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നീട് നമ്മുടെ 12 ഒരു കാര്യം പറയുന്നുണ്ട്, ആൽക്കോളിക്സ് എഡ്യൂക്കേഷൻ ഇതിനെ പറ്റിയിട്ട് ഒരു ഡിസ്റ്റിലറി കമ്പനി തന്നെ, അമേരിക്കയിലെ ഡിസ്റ്റിലറി കമ്പനി ഇതിനെപ്പറ്റി പ്രചാരണത്തിന് വേണ്ടി ആൽക്കഹോളിനെതിരുള്ള പ്രചാരണത്തിന് വേണ്ടി ഒരു രംഗത്ത് സമീപിക്കുകയും അത് തിരിച്ച് പിന്നീട് വേണ്ട എന്ന് അദ്ദേഹം തന്നെ വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറ്റി 12 പരാമർശിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആൽക്കോളിക്സ് അനോണിമസ് ഷുഡ് ഓൾവേസ് റിമെയിൻ പുവർ. അതിന്റെ പണം അതിനാവശ്യമില്ല എന്നത് തന്നെയാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അതിന്റെ പേരുകൾ വലിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാകരുതെന്നുള്ളത് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം മറ്റ് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യത്തിലല്ല ഉണ്ണി. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു. താങ്ക് യു ബിജോയ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിജോയ്, താങ്ക് യു ഉണ്ണി. അപ്പം നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആൽക്കോളിക്സ് അനോണിമസിന്റെ സഹസ്ഥാപകനായ ബില്ലും അല്ലെങ്കിൽ സഹസ്ഥാപകന്മാരെന്ന് വിളിക്കാവുന്ന ബില്ലും ഡോക്ടർ ബോബും ഹാങ് പിയും അന്നത്തെ കാലത്തെ അല്ലെങ്കിൽ 1935 മുതൽ 38 കാലങ്ങളിൽ വരെ അല്ലെങ്കിൽ 39 വരെയുള്ള കാലങ്ങൾ, അതായത് ബുക്ക് ഇറങ്ങുന്നത് 1939 ഏപ്രിലാണ്, നമ്മുടെ സംഘടന രൂപീകരിക്കുന്നത് 1935 ജൂണിലാണ്. അപ്പോൾ ഈ 4 വർഷത്തിനെ ഫ്ലൈയിങ് ബ്ലൈൻഡ് പീരീഡ് എന്നാണ് പറയുന്നത്. അന്ധകാരത്തിലൂടെ ചിറകടിച്ച് പറക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. അപ്പോൾ നമ്മൾക്കൊരു ഫോം വന്നത് അല്ലെങ്കിൽ ഒരു രൂപം ഭാവവും ഒക്കെ വന്നത് ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആൽക്കഹോളിക് ഫണ്ടിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ നേരിട്ട് തന്നെ അതിനകത്തേക്ക് പോവുകയാണ്. അപ്പം ബുക്ക് ഇറക്കാനും ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാനും മിഷണറിമാരെ അപ്പോയിന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവർ വളരെ വലിയൊരു ആശയത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ടുകൾ നോക്കിക്കൊണ്ടിരുന്നത്. റോക്ക്ഫെല്ലറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അധികം പൈസ കിട്ടിയില്ല. ഡോക്ടർ ബോബിന് അത്യാവശ്യം ജീവിക്കാനുള്ള കുറച്ച് പണം മാത്രമേ അവർ കൊടുത്തുള്ളൂ. മന്ത്ലി ബേസിൽ മറ്റേ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് അവരുടെ ട്രഷറിയിൽ നിന്ന് അവർ ഇഷ്യൂ ചെയ്യുമെന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് ആ പൈസ കൊടുത്തത്. അപ്പൊ നേരിട്ട് ഞാൻ ആൽക്കഹോളിക് ഫണ്ട് എന്ന് പറയുന്ന ഇന്നത് തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പം ഫണ്ട് റൈസിങ് സ്റ്റാൾസ് ആൻഡ് ദ നീഡ് ഫോർ എ ബുക്ക് ഈസ് അക്നോളജ്ഡ്. അതായത് കൂടുതൽ ഫണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ടും ഈ ബുക്ക് ഇറങ്ങാൻ പോകുന്ന ബുക്ക് അറിയപ്പെടുന്നതിലേക്കുമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ്. ഹാവിംഗ് സക്സസ്ഫുള്ളി സ്ട്രക്ചേർഡ് ആൻഡ് ലോഞ്ച്ഡ് ദ ഫണ്ട്, Hank and Bill could now begin to solicit a donation from the rich in earnest, and they had wasted no time in doing exactly that. അതായത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് പണം കിട്ടി. അപ്പോൾ പിന്നീട് എന്താ ചെയ്തത്? ഡൊണേഷൻസ്, കൂടുതൽ സംഭാവനകളും സമ്മാനങ്ങളും മുതലാളിമാരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ശേഖരിക്കാനായിട്ട് സമയം പാഴാക്കാതെ തന്നെ അവർ ഇറങ്ങി എന്നുള്ളതാണ് ഹാങ്കും ബില്ലും. Bill, for instance, reports is one of these letters that he would be calling on General Motorsman. അതായത് ഒരു ലെറ്ററിൽ പറയുന്നതനുസരിച്ച് ജനറൽ മോട്ടേഴ്സ് എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരനെ അയാൾ വിളിച്ചു മാർച്ച് 21 തിങ്കളാഴ്ച, ആസ്കിംഗ് ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റിംഗ് കോൺഫിഡൻഷ്യലി ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്, നോട്ട് ഈവൻ മണി. അതായത് അദ്ദേഹം വിളിച്ചു പറയണം, ഇത് സ്വകാര്യമായിരിക്കും, അത് മാത്രമല്ല ഇത് പണത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നോട്ട് ഈവൻ മണിയെക്കുറിച്ച് ഒട്ടും ഭയപ്പെടണം, ഇറ്റ്സ് ഓൾ സൂൺ ഇൻ ദ ബാക്ക് ഐ തിങ്ക്. എന്ന് വെച്ചാൽ ഈ പുസ്തകം ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ പണമെല്ലാം നിങ്ങളുടെ ബാഗിൽ തിരിച്ചു വരുമെന്നാണ് ബില്ല് ആ ലെറ്ററിൽ പറയുന്നത്. ഓൾദോ ദർ ഹോപ്പ് ഓഫ് റേസിംഗ് ഓൺ വൺ ലാർജ് ഓഫ് സം ഓഫ് മണി ഡയറക്ട്ലി ഫ്രം ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ ഹാഡ് ബീൻ ഡാഷ്ഡ്. അതായത് നമുക്കറിയാം ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ ദീർഘനേരത്തെ ചർച്ചകൾക്കോ താഴെ വിരുന്നിനൊക്കെ ശേഷം അത് ഒന്നും കിട്ടിയില്ല, കുറച്ച് പണം മാത്രമേ കിട്ടിയുള്ളൂ. $5,000 നമുക്ക് കിട്ടിയത്. പക്ഷെ അവരെന്താണ് അത് യൂസ് ചെയ്തത്? പിന്നീട് നൗ ഹാഡ് റെഫറൻസസ്, അതായത് അയാളുമായിട്ടുള്ള പരിചയമുള്ള ആളുകളുടെ റെഫറൻസസ് അവിടെ നിന്ന് ശേഖരിച്ചു. പരിചയമുള്ള കാശുകാരായിട്ടുള്ള ആളുകളുടെ റെഫറൻസ് ശേഖരിച്ചിട്ട് ആൻഡ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഫോർ ദ അതർ പൊട്ടൻഷ്യൽ ജനറൽ ഡൊണേഴ്സ്. അതായത് വളരെയധികം പൊട്ടൻഷ്യലി ജനറസ്, വളരെയധികം ജനറസ് ആയിട്ട് ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്ന
സംഭാവന ചെയ്യുന്ന ആളുകളുടെ ഇൻഫോർമേഷൻ, കോണ്ടാക്ട് ഇൻഫോർമേഷൻ, അവരുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ അറിവും അവിടെ നിന്ന് കിട്ടി. ജോൺ ഡി റോക്ക് ജൂനിയേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ് അവര്. ജോൺ ഡി റോക്ക്ഫെല്ലറിന്റെ ജൂനിയേഴ്സിന്റെ ഫ്രണ്ട്സ് ആയവരുടെ നമ്പറുകളും കോണ്ടാക്ട് വിവരങ്ങളും അവർക്ക് കിട്ടി. സെക്യൂറിംഗ് ഫണ്ട്സ് ഫ്രം എ വെറൈറ്റി ഓഫ് പീപ്പിൾ വുഡ് ഒബിയസ്ലി ടേക്ക് ലോങ്ങർ ദാൻ ഇഫ് ദേ ഹാഡ് ബീൻ ഏബിൾ ടു ഗെറ്റ് വൺ ലാർജ് ആൻഡ് ഡിസീവ്സ് കോൺട്രിബ്യൂഷൻ ഫ്രം റോക്ക്ഫെല്ലർ. അതായത് അവരെന്താണ് വിചാരിച്ചത്? വെറൈറ്റി ഓഫ് പീപ്പിൾ, ധാരാളം ആളുകളിൽ നിന്ന് സെക്യൂറിംഗ് ഫണ്ട്സ്, ചെറിയ ചെറിയ പണം സ്വീകരിക്കുകയാണെങ്കിൽ ഒബിയസ്ലി ടേക്ക് ലോങ്ങർ ദാൻ ഇഫ് ദേ ഹാഡ് ബീൻ ഏബിൾ ടു ഗെറ്റ് വൺ ലാർജ് ആൻഡ് ഡിസീവ് കോൺട്രിബ്യൂഷൻ ഫ്രം റോക്ക്ഫെല്ലർ. അതായത് റോക്ക്ഫെല്ലറിന്റെ കയ്യിൽ നിന്ന് ഒരു വലിയ പണം നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ അല്ലെങ്കിൽ ധാരാളം ആളുകളിൽ നിന്ന്, വളരെയധികം ആളുകളിൽ നിന്ന് ചെറിയ ചെറിയ ഫണ്ടുകൾ നമുക്ക് സെക്യൂറിംഗ് ഫണ്ടുകൾ കിട്ടുക, അതാണ് നല്ലത് എന്ന് അവർ ചോദിച്ചു. ബട്ട് വിത്ത് ദ സപ്പോർട്ട് ആൻഡ് ബാക്കിംഗ് ഓഫ് ഹിസ് ക്ലോസസ്റ്റ് അസോസിയേറ്റ് ദേ വെയർ കോൺഫിഡന്റ് ദാറ്റ് ദ ഡോർസ് ആൻഡ് ദ ചെക്ക് ബുക്സ്. അതായത് റോക്ക്ഫെല്ലറിന്റെ ഒരു സഹായം, നമുക്കൊരു ബാക്കിംഗ് നമുക്ക് വേണം, ഒരു പിന്തുണ നമുക്ക് വേണം. ആ സപ്പോർട്ടോട് കൂടി അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അസോസിയേറ്റ്സിന് ഒരു വിശ്വാസമുണ്ട്. ഈ അതായത് നമ്മൾ പണം കൊടുക്കുന്ന ചെക്ക് ബുക്കുകളും ഈ ഡോർ, അല്ലെങ്കിൽ ഈ ഡോർ അടഞ്ഞു പോകത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഡോർസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അടച്ചു പൂട്ടപ്പെടില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഓഫ് ദ വെൽത്തി വുഡ് നൗ ബി ഓപ്പൺ ടു ദം. അതുകൂടാതെ തന്നെ അവരുടെ പണം അവർക്ക് തിരിച്ച് കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി ദേ ഡിഡ്ന്റ് പ്രൂവ് ടു ബി ദ കേസ്. പക്ഷെ അവർക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. Bill and Hank were also well aware they needed to establish a real foundation in order to secure the all important tax exempt. അപ്പൊ ബില്ലിനും ഹാങ്കിനും പിന്നീട് ഒരു കാര്യം മനസ്സിലായി. നമ്മളിങ്ങനെ നേരിട്ട് പണം സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിന് നികുതിക്കൊരു ഇത് കിട്ടും, ഒഴിവ് കിട്ടും. ദാറ്റ് വുഡ് ബി സോ ക്രിട്ടിക്കൽ ടു ദെയർ സക്സസ്. അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു പണം ടാക്സ് ആയിട്ട് അവർക്ക് അടയ്ക്കേണ്ടി വന്നാൽ അത് അവരുടെ വിജയത്തിനൊരു തടസ്സമാവും. ബട്ട് ദ എക്സ്പെൻസ് ഓഫ് സെറ്റിംഗ് അപ്പ് സച്ച് എ കോംപ്ലക്സ് ലീഗൽ എൻറ്റിറ്റി പ്രസന്റഡ് ദം വിത്ത് എ ഫോർമബിൾ ഒബ്സ്റ്റാക്കിൾ. അതായത് അങ്ങനെ ഒരു ലീഗൽ എൻറ്റിറ്റിയിൽ, അങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള ഒരു സ്ഥാപനം സ്ഥാപിക്കണമെങ്കിൽ അതിനും പണം ആവശ്യമുണ്ട്. ഹി വുഡ് ദേ പോസിബിളി പേ ഫോർ ഇറ്റ്? ഹൗ കുഡ് ദേ പോസിബിളി പേ ഫോർ ഇറ്റ്? അവർ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കണമെങ്കിൽ ആരാണ് അതിന് പണം കൊടുക്കുക? ആൻഡിൽ എ പ്രോപ്പർ സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം കുഡ് ബി ഫൗണ്ട്. അവസാനം അവര് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി. ദേ വുഡ് ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ആൻഡ് മീൻവൈൽ മേക്ക് വാട്ട് എവർ അപ്പീൽസ് ദേ കുഡ് ഫോർ ഡൊണേഷൻ ടു ദ ആൽക്കഹോളിക് ഫണ്ട് ബേസ്ഡ് ഓൺ ദ പ്രൊമിസ് ഓഫ് ഫ്യൂച്ചർ ടാക്സ് ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് വെയിറ്റ് ചെയ്തു. മീൻവൈൽ അതേസമയം മേക്ക് വാട്ട് എവർ അപ്പീൽസ് ദേ കുഡ് ഫോർ ഡൊണേഷൻ. അതായത് അവര് അപ്പീൽ, പല ധനികന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡൊണേഷന് അപ്പീൽ ചെയ്ത് ആൽക്കഹോളിക് ഫണ്ട് ബേസ്ഡ് ഓൺ ദ പ്രോമിസ് ഓഫ് ഫ്യൂച്ചർ ടാക്സ് ബെനിഫിറ്റ്. അവരിങ്ങനെയും കൂടി വാഗ്ദാനം ചെയ്തു. അതായത് നിങ്ങൾ ഈ തരുന്ന പണത്തിന് ടാക്സ് വരത്തില്ല, ടാക്സ് ബെനിഫിറ്റുകൾ കൂടി അവര് നികുതി ഒഴിവാക്കുന്ന തരത്തിൽ അവര് പറഞ്ഞു. ബട്ട് ബിൽ വിൽസൺ വാസ് നോട്ട് ഗുഡ് അറ്റ് വെയിറ്റിംഗ്. നമുക്കറിയാം, ബിൽ വിൽസൺ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുള്ള ആളല്ല. വേഴ്സ് ദാൻ ദാറ്റ്, അത് കൂടാതെ തന്നെ മോശം എന്ന് വെച്ചാൽ, ഹി വാസ് ഹോണ്ടഡ് ബൈ ദ vision of alcoholics all over the country who were dying because they had no access to a solution he was convinced could save their lives. ബിൽ വിൽസനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു വൈകിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഹി വാസ് ഹോണ്ടഡ് ബൈ ദ വിഷൻ ഓഫ് ആൽക്കഹോളിക്സ്. അവൻ ഒരു ഹൃദയവേദനയിലാണ്. മറ്റ് രാജ്യത്തെ എത്രയോ ആൽക്കഹോളിക്കുകൾ ഹു വേർ ഡൈയിങ്, അവർ മരിക്കുകയാണ്. ബിക്കോസ് ദേ ഹാഡ് നോ ആക്സസ്, അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ കഴിയുന്നില്ല. ടു എ സൊല്യൂഷൻ, ഒരു പരിഹാരം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഹി വാസ് കൺവിൻസ്ഡ് കുഡ് സേവ് ദെയർ ലൈഫ്സ്. അവന് വിശ്വാസമുള്ള, അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള ഈ ഒരു സംഗതി അവരുടെ അടുത്ത് എത്തുന്നില്ല. അപ്പൊ അവരുടെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്നോർത്താണ് അവൻ വേദനയിലായത്. 6 months earlier, Bill had challenged the Akron members by asking them how they could possibly sleep at night when there were drinkers in California. അതായത് 6 മാസം മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ട്, അക്രോൺ മെമ്പേഴ്സുമായിട്ട് അവനൊരു ചലഞ്ച് ചെയ്തു. അവൻ വെല്ലുവിളിക്കാന്ന് വെച്ചാൽ അവൻ അവരെ സംസാരിച്ചു. ഹൗ ദേ കുഡ് പോസിബിളി സ്ലീപ്പ്, നിങ്ങൾ എങ്ങനെയാണ് രാത്രിയിൽ കടന്നുറങ്ങുന്നത്? അറ്റ് നൈറ്റ് വെൻ ദർ വേർ ഡ്രിങ്കേഴ്സ് ഇൻ കാലിഫോർണിയയിലെ മദ്യാസക്തരായ ആളുകൾ ഹൂ വുഡിൻ ഗെറ്റ് ദ മെസ്സേജ് ഓഫ് റിക്കവറി, ഈ മോചനത്തിന്റെ ഈ സന്ദേശം കിട്ടാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും? until it reached them by word of mouth at some time in the distant future. അതായത് വാമൊഴിയായി അവരുടെ അടുത്ത് എത്തുന്നത് അടുത്ത കാലത്തെങ്കിലും സംഭവിക്കുമോ? നൗ ഹാഫ് എ ഇയർ ലേറ്റർ,
6 മാസത്തിന് ശേഷവും ദ മൂവ്മെന്റ് ഹാഡ് സഡൻലി ഗ്രോൺ ലോക്കലി ഇൻ അക്രോൺ ആൻഡ് ന്യൂയോർക്ക്. 6 മാസം മുമ്പാണ് ഇത് ഒഹായോയില് ഇയാൾ ഇത് സംസാരിക്കുക. 6 മാസത്തിന് ശേഷം നോക്കുമ്പോൾ ഇപ്പോഴും ഇത് വളർന്നിരിക്കുന്നത് ലോക്കലിയാണ്, വളരെ ലോക്കലായിട്ടാണ് അക്രോണിലും ന്യൂയോർക്കിലും. ബട്ട് ദ ട്രങ്ക്സ് ഇൻ ലോസ് ആഞ്ചലസ് ആൻഡ് സാൻ ഫ്രാൻസിസ്കോ വെർ നോട്ട് വൺ സ്റ്റെപ്പ് ക്ലോസർ ടു റിലീഫ് ദൻ ദേ ഹാഡ് ബീൻ ദ പ്രീവിയസ് ഒക്ടോബർ. അപ്പൊ ലോസ് ആഞ്ചലസിലെയും ഫ്രാൻസിസ്കോയിലെയും ആളുകൾക്ക് ഈ പടിവാതിൽക്കൽ എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ ക്ലോസർ ആവാനായിട്ട് ഈ ആശ്വാസം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോ അതും പ്രീവിയസ് ഒക്ടോബറിലാണ് മറ്റേ ഒക്ടോബറിൽ സംസാരിച്ചത്, അതുകൊണ്ടാണ് പ്രീവിയസ് ഒക്ടോബർ അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ 6 മാസത്തിന് ശേഷവും, അതായത് ഒരു വർഷത്തിന്റെ പകുതി കഴിഞ്ഞിട്ട് പോലും നമ്മൾ അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് ബില്ല് പറയുന്നത്. ബിൽസ് ഗ്രോയിങ് അവയർനെസ് ദാറ്റ് ഹിസ് മോർ അംബീഷ്യസ് പ്ലാൻസ് വെയർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ ലാർജ് ഡൊണേഷൻ ഫ്രം ദ റിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വളർന്നു വരുന്ന ഈ അവയർനെസ്, അതായത് ഗ്രോയിങ് അവയർനെസ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിലാക്കലുകൾ മറ്റുള്ളവരെ ദാറ്റ് ഹിസ് മോർ അംബീഷ്യസ്, അതായത് ഇതിന്റെ ആഗ്രഹങ്ങൾ, അംബീഷ്യസ് പ്ലാൻസ്, അതായത് ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്ലാനുകൾ വേർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ ലാർജ് ഡൊണേഷൻ ഫ്രം ദ റിച്ച്. അപ്പം കാശുകാരായിട്ടുള്ള ധനികരായിട്ടുള്ള ആളുകളിൽ നിന്ന് വലിയ അധികം പണം കിട്ടുന്നതിലൂടെ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു റേസ് ദാറ്റ് മച്ച് മണി വാസ് സബ്സ്റ്റൻഷ്യൽ. പക്ഷേ അത്രയും പണം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഒരു സമയത്തിന്റെ ലഭ്യത കൂടി വേണം, അല്ലെങ്കിൽ ഒരു സമയം എടുക്കും. ഗ്രാജുവലി ബിഗാൻ ടു ഷിഫ്റ്റ് ഹിസ് അറ്റൻഷൻ ബാക്ക് ടു ദ തേർഡ് പ്രൊപ്പോസൽ ഹി ഹാഡ് മെയ്ഡ് 6 months earlier. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒന്ന്, നമുക്കറിയാം, ഹോസ്പിറ്റൽ സ്ഥാപിക്കുക; 2, അമേരിക്ക മുഴുവൻ മിഷണറിമാരെ അയക്കുക; 3, അങ്ങനെ ആ 2 മിഷണറിമാരെ അയക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹോസ്പിറ്റലിലേക്ക് ആളുകളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുക, അവർക്ക് വീണ്ടും 12 പടികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ തത്വങ്ങളാണ് എന്നുള്ളത്, അപ്പൊ അത് വെച്ച് കൊടുക്കുക എന്നൊക്കെയാണ് അയാളുടെ ആഗ്രഹം. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താണ്? ബിഗ് ബുക്ക്. അപ്പോ ഈ പണം ഇത്രമാത്രം ശേഖരിക്കേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ മൂന്നാമത്തെ പ്രൊപ്പോസലിലേക്ക്, അതായത് തന്റെ ബുക്ക് എഴുതുക എന്നുള്ള പ്രൊപ്പോസലിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിഞ്ഞു. 6 മാസത്തിന് ശേഷം, 6 മാസത്തെ തന്റെ അതികഠിനമായിട്ടുള്ള പല പരിശ്രമങ്ങൾക്ക് ശേഷം പണം കിട്ടുകയില്ല എന്നുള്ള ഫൈനൽ ഒരു ഡിസിഷൻ വന്നതിന് ശേഷമാണ് അദ്ദേഹം എ ബുക്ക് ഹി റിയലൈസ്ഡ് വാസ് സർട്ടൻ ടു പ്രൊഡ്യൂസ് ഫാസ്റ്റ് റിസൾട്ട്. അതായത് ഒരു ബുക്ക്, അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതൊരു ഫാസ്റ്റ് റിസൾട്ട് വരും. ആൻഡ് ഇറ്റ് വാസ് ദ പെർഫെക്റ്റ് വെഹിക്കിൾ ഫോർ ക്ലാരിഫൈങ് ദെയർ മെത്തേഡ്. അതൊരു വാഹനമാണ്, കൃത്യമായിട്ട് തങ്ങളുടെ മെത്തേഡ് വിവരിക്കുന്ന ഒരു വാഹനം. ആൻഡ് ദെൻ ഡെലിവറിങ് ദാറ്റ് മെസ്സേജ് ഓഫ് റിക്കവറി, അതായത് വിമോചനത്തിന്റെ, വീണ്ടെടുക്കലിന്റെ ആ സന്ദേശം കൊടുക്കുക ഇൻ ടു എവരി ഏരിയ ഓഫ് ദ കൺട്രി, എല്ലാ രാജ്യത്തിന്റെ എല്ലാ ഏരിയകളിലും, എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക. ഇൻ അഡിക്ഷൻ, അത് കൂടാതെ വെൻ കമ്പയർഡ് ടു ഹോസ്പിറ്റൽ ആൻഡ് മിഷണറീസ്, ആശുപത്രികളോടും അല്ലെങ്കിൽ പെയ്ഡ് മിഷണറിമാരോടും കമ്പയർ ചെയ്യുമ്പോൾ എ ബുക്ക് വുഡ് ടേക്ക് ഫാർ ലെസ് ടൈം ടു കംപ്ലീറ്റ് ആൻഡ് ഇറ്റ് വുഡ് കോസ്റ്റ് ദം സിഗ്നിഫിക്കന്റ്ലി ലെസ് മണി ടു പ്രൊഡ്യൂസ്. അതായത് ഒരു ആശുപത്രി സ്ഥാപിക്കുക എന്നതിനേക്കാളും, മിഷണറിമാരെ ധാരാളം പണം കൊടുത്ത്, ശമ്പളം കൊടുത്ത് നിയമിക്കുന്നതിനേക്കാളും ഒക്കെ ഒരു ബുക്ക് വളരെ ചെറിയ സമയം എടുത്തുകൊണ്ട്, വളരെ ചെറിയ പണച്ചെലവിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കും, കംപ്ലീറ്റ് ചെയ്യാനും പൂർത്തിയാക്കാനും രാജ്യം മുഴുവൻ എത്തിക്കാനും സാധിക്കും. ലാക്ക് ഓഫ് മണി വാസ് ദെയർ സെൻട്രൽ പ്രോബ്ലം അക്കോർഡിംഗ് ടു വിൽസൺ. വിൽസൺ പറയുന്നത് പണമില്ലായ്മയാണ് അവരുടെ പ്രധാന പ്രശ്നം. ദ റിയാലിറ്റി വാസ് ദാറ്റ് ആഫ്റ്റർ 6 months ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ഹൈ ഹോപ്സ്, അതായത് ഉയർന്ന പ്രതീക്ഷകളുടെയും അതികഠിനമായിട്ടുള്ള പണം കണ്ടെത്താനുള്ള വഴികളുടെയും ശേഷം ദെയർ ഫണ്ട് റൈസിംഗ് എഫേർട്ട് ഹാഡ് ബീൻ എ ഡിസ്മൽ ഫെയിലിയർ. അതൊരു പരാജയമടഞ്ഞു. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പരാജയം. അസൈഡ് ഫ്രം എ ഗ്രഡ്ജിങ് വൺ ടൈം ഡൊണേഷൻ ഓഫ് 5,000 ഫ്രം ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ. ഇത്രയും കാലം, കഴിഞ്ഞ 6 മാസക്കാലം പണം കണ്ടെത്താനായി വളരെ കഷ്ടപ്പെട്ട അവർക്ക് $5,000 വൺ ടൈം ഡൊണേഷൻ മാത്രമാണ്. ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ പറഞ്ഞ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും എന്നോട് പണം ആവശ്യപ്പെടുന്നത്. അപ്പൊ $5,000 അതും ട്രഷറിയിലാണ് ഇട്ടേക്കുന്നത്. ചർച്ച് സൈഡ്, റിവർ ചർച്ച് സൈഡ്, അങ്ങനെയുള്ള ചർച്ചിന്റെ ട്രഷറിയിലാണ് പണം ഇട്ടേക്കുന്നത്. ആൻഡ് ദ 500 കോൺട്രിബ്യൂഷൻ ഫ്രം ചാൾസ് ടൗൺസ്, അതുകൂടാതെ $500 ഒരു കോൺട്രിബ്യൂഷൻ ചാൾസ് ടൗൺ ഹോസ്പിറ്റൽ. നോട്ട് വൺ അതർ റിച്ച് പേഴ്സൺ ഓർ ഫൗണ്ടേഷൻ ഹാഡ് കം ഫോർവേഡ് ടു ഗിവ് ദം എനി മണി. അപ്പോൾ ചാൾസ് ടൗൺ ഹോസ്പിറ്റലിൽ അവര് നമുക്ക് കഴിഞ്ഞ ആഴ്ച കണ്ടത് $500 കൊടുത്തു, പക്ഷെ മറ്റൊരു ധനികരും ഇതിനു വേണ്ടി പണം ചെലവഴിക്കാനോ കൊടുക്കാനോ തയ്യാറായില്ല. ദിസ് 2 contributions were enough to keep the leaders' heads above water for a short time. പക്ഷെ ഈ $5,500 ഈ ചെറിയ പണം എന്ന് പറയുന്നത്
ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഏകദേശം ഇന്നത്തെ കാലത്ത് $35,000 അല്ലെങ്കിൽ $40,000 ഉണ്ടാവും. ആ $40,000 എന്തിനു സഹായിക്കും? അതായത് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ തല വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ സഹായിക്കും. എന്ന് വെച്ചാൽ കടം കൊണ്ട് മൂടിയിരിക്കുകയാണ് അവർ. ദിസ് ടു കോൺവെർഷൻ വാസ് ഇനഫ് ടു കീപ് ദ ലീഡേഴ്സ് അബവ് വാട്ടർ ഫോർ എ ഷോർട്ട് ടൈം. അപ്പൊ കടം കൊണ്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവരുടെ തല ഉയർത്തിപ്പിടിക്കാൻ അവർ സഹായിക്കും. ബട്ട് ദേ ഡിഡ് നത്തിങ് ടു അഡ്വാൻസ് ദ ലാർജർ പ്ലാൻ ഓഫ് സേവിംഗ് ആൽക്കഹോൾസ് ഓൾ അറൌണ്ട് ദ കൺട്രി. പക്ഷേ ഇനിയും മദ്യാസക്തരിലേക്ക് ഈ പ്ലാൻ എത്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ വലിയ ഒരു പദ്ധതികളിലേക്ക്, അല്ലെങ്കിൽ സേവിങ് ആൽക്കഹോളിക്സ് ഓൾ അറൌണ്ട് ദ കൺട്രി, അതായത് രാജ്യത്തെ എല്ലാ ആൽക്കഹോളിക്കിനെയും രക്ഷിക്കുക എന്നുള്ള പദ്ധതിയിലേക്ക് ആ പൈസ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിൽസ് ഗോൾസ് ആൻഡ് ഓവറോൾ സ്ട്രാറ്റജി റിമൈൻഡ് ദ സെയിം. അപ്പം അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും ഇത്തരം കാര്യങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഹി വാണ്ടഡ് ടു സ്പ്രെഡ് ദ വേർഡ് ആസ് ഫാർ ആൻഡ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. അദ്ദേഹത്തിന് ഈ രക്ഷയുടെ സന്ദേശം വാക്കുകളിലൂടെ എത്രയും വേഗം ആളുകളിൽ എത്തിക്കേണ്ടതുണ്ട്. ബട്ട് ഹിസ് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ ഫാസ്റ്റ് 6 months ഷോഡ് സംതിങ് മോർ വാസ് നീഡഡ്. പക്ഷെ 6 മാസത്തെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കുറച്ചും കൂടി അധികം എന്തോ നമുക്ക് ചെയ്യാനുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. വാട്ട് കുഡ് ദേ ബി ഡൂയിങ് ഡിഫറെന്റ്ലി റൈറ്റ് നൗ ടു റീച്ച് മോർ പീപ്പിൾ. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ഈ സമയം എനിക്ക് വ്യത്യസ്തമായി ചെയ്യാൻ കഴിയുന്നത്? മോർ ക്വിക്ക്ലി, വളരെ പെട്ടെന്ന്. ബിൽസ് ആൻഡ് ഓൾമോസ്റ്റ് സർട്ടൻലി ഹാങ്സ്. ബില്ലും ഹാങ്കും ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻസ് വാസ് എ ഗ്രോയിങ് കമ്മിറ്റ്മെന്റ്. അതുകൊണ്ട് വളർച്ചയുടെ ഒരു കമ്മിറ്റ്മെന്റ് to writing a book that would effectively present their method for getting sober to drinkers all across America. അമേരിക്കയിലെ എല്ലായിടത്തും ബുക്ക് എത്തിക്കുക എന്നുള്ള വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെയധികം സാധ്യതയുള്ള, അല്ലെങ്കിൽ വളരെയധികം എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാവുന്ന ഒരു കമ്മിറ്റ്മെന്റ് അവരെടുക്കണം. എന്താണ്? ബുക്ക് എഴുതുക. അപ്പൊ അടുത്ത ഹെഡിങ് ഇതാണ്, ദ ബുക്ക് ഐഡിയ ഈസ് ടെസ്റ്റഡ് ഇൻ അക്രോൺ. അക്രോണിലാണ് ആദ്യത്തെ. നമുക്കറിയാം, ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും ഇവര് ഗ്രൂപ്പിൽ ആലോചിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോവുക. അവർ സ്വന്തമായി ഒരു തീരുമാനം എടുക്കുന്നില്ല. ഒരു ലെറ്റർ എഴുതുമ്പോൾ പോലും അടുത്ത ഒരു മെമ്പറെ കാണിച്ച് അവരുടെ കൺസെന്റ് മേടിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഡോക്ടർ ബോബിനെയും അക്രോണിലെ ആളുകളെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അക്രോണിൽ നിന്ന് നമ്മൾ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ മീറ്റിങ്ങിന് പോയത് മാത്രം 2 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കാരണം അക്രോണിൽ നിന്ന് അതുപോലെ എതിർപ്പായിരുന്നു അതിനെതിരെ ഉണ്ടായിരുന്നത്. ദ ബുക്ക് ഐഡിയ ഈസ് ടെസ്റ്റഡ് ഇൻ അക്രോൺ. വിത്ത് ദിസ് തോട്ട്സ് ഇൻ മൈൻഡ്, ഈ ചിന്തകളോടെ ബില്ല് റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ടൈം ഫോർ ഹിം ടു മേക്ക് അനദർ ട്രിപ്പ് ടു അക്രോൺ. അപ്പൊ ഈ ചിന്തകളോടെ ബില്ല് ഒരു കാര്യം തീരുമാനിച്ചു, അക്രോണിലേക്ക് ഒരു ട്രിപ്പും കൂടി പോകേണ്ടി വരും. ഇഫ് ദേ were going to write this book, then he would surely need the support and help of the people in Ohio to get that done. അപ്പോൾ ബുക്ക് എഴുതുക എന്നുള്ളൊരു എൻ്റെ ആശയമുണ്ട്. അത് തീർച്ചയായും അവരുടെ സപ്പോർട്ടില്ല, ഒഹായോയിലെ ആളുകളുടെ സപ്പോർട്ട് ഇല്ലാതെ അത് നടക്കുകയില്ല. അത് നടക്കണമെങ്കിൽ എനിക്ക് അവിടെ പോയി ഇതിനെപ്പറ്റി സംസാരിക്കണം. ഇറ്റ് വാസ് നോട്ട് ദ കൈൻഡ് ഓഫ് ജോബ് ഹി വാസ് പ്ലാനിങ് ടു ടേക്ക് ഓൺ ഓൾ ബൈ ഹിംസെൽഫ്. കാരണം ബുക്ക് എന്ന് പറയുന്ന ആശയം തൻ്റേത് മാത്രമായിരിക്കരുത്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ജോബ്, അങ്ങനെ ഒരു ജോലി ആയിരിക്കരുത് ഞാൻ പ്ലാനിങ് ടു ടേക്ക് ഓൺ ബൈ ഹിംസെൽഫ്, അതെല്ലാം എൻ്റെ പ്ലാനിലായിരിക്കരുത് എന്നുള്ള ഒരു ആശയക്കാരനായിരുന്നു ബിൽ ഡബ്ല്യു. ഹി ലെഫ്റ്റ് ന്യൂയോർക്ക് ഫോർ അക്രോൺ ഓൺ വെനസ്ഡേ April 20. ഏപ്രിൽ 20 ബുധനാഴ്ച അദ്ദേഹം അക്രോണിലേക്ക് പുറപ്പെട്ടു. ട്രാവലിംഗ് വിത്ത് ഹിം വാസ് ദ ന്യൂലി സോബർ ബട്ട് ടൈലർ. അതായത് പുതിയതായി സുബോധിതവാനായ ബട്ട് ടൈലറിനെ കൊണ്ടാണ്, ഹു വുഡ് പ്ലേ എ നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ഏർലി AI. അപ്പോൾ AI ആദ്യകാലത്ത് ബട്ട് ടൈലർ വളരെയധികം പ്രാധാന്യമുള്ള ഒരു റോള് ഉണ്ട്. ഹിസ്റ്ററി നോട്ട് ലീസ്റ്റ് ഓഫ് വിച്ച് വുഡ് കം ഇൻ mid-1939 when he used his fashionable Fifth Avenue clothing business as collateral to secure 1,000 loans so that copies of the still unpaid for book Alcoholics Anonymous. അതായത് അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനമായ ഫിഫ്ത്ത് അവന്യൂ ക്ലോത്തിങ് ബിസിനസ്, അദ്ദേഹത്തിന്റെ തുണി വ്യാപാര സ്ഥാപനത്തിന്റെ ഒരു സെക്യൂരിറ്റി $1,000 ലോണിന് വേണ്ടിയിട്ട് ദാറ്റ് കോപ്പീസ് ഓഫ് ദ സ്റ്റിൽ അൺപെയ്ഡ് ഫോർ ബുക്സ് ആൽക്കഹോളിക്സ് അദ്ദേഹം കൊളാക്ടറൽ സെക്യൂരിറ്റി കൊടുത്തു എന്നുള്ളതാണ്. $1,000 ലോണിന് വേണ്ടിയിട്ട് കൊളാക്ടറൽ സെക്യൂരിറ്റി കൊടുത്തു. കുഡ് ബി ലിബറേറ്റഡ് ഫ്രം ദ പ്രിന്റർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് $1,000 കൊടുക്കണമെന്ന് മറ്റേ പ്രിന്റർ, അതായത് ഇതിന്റെ പ്രസ്സിന് വേണ്ടിയിട്ട് അയാൾ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇതിന്റെ വിതരണത്തിനും ഇതിനും വേണ്ടിയിട്ട്. ബട്ട് അറ്റ് ദിസ് ടൈം, ഈ സമയത്ത്, ഇറ്റ് സീംസ് ബിൽസ്
was hoping for more than just some personal companionship from Bert. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിനേക്കാൾ ഉപരിയായി ഹിയർ വാസ് എ മാൻ ഹു ഹാഡ് മാനേജ്ഡ് ടു ഗെറ്റ് സോബർ ബിഫോർ ലോസിങ് എവറിഥിങ് ഹി ഹാഡ് ആൻഡ് ഹു മൈറ്റ് പോസിബിളി ബി കൺവിൻസ്ഡ് ടു ഹെൽപ്പ് വിത്ത് ദയർ ഫണ്ട് റൈസിങ് എഫേർട്ട് ഇൻ എ വെരി ഡയറക്റ്റ് വേ. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം എന്തിനാ കൂടെ കൂട്ടിയിരിക്കുന്നത്? അദ്ദേഹത്തിന് സ്വബോധാവസ്ഥയെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ബിസിനസ് എല്ലാം തകർന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കൂടി ചെയ്യും, എന്ത് ഫണ്ട് റൈസിങ്ങിനായി. ആൻഡ് ഇഫ് ബെറ്റ്സ് പ്രസന്റ് ഫിനാൻഷ്യൽ കണ്ടീഷൻ വുഡിന്റ് അലോ ഹിം ടു മേക്ക് എ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ. അതുകൂടാതെ ബെറ്റിന്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ അദ്ദേഹത്തിന് ചെറിയ പണം അവർക്ക് കൊടുക്കാനും കഴിയും. പെർഹാപ്സ് ഹി കുഡ് ബി കൺവിൻസ്ഡ് ടു അപ്രോച്ച് വൺ ഓർ മോർ ഓഫ് ഹിസ് വെൽത്തി ക്ലയൻസ് ഫോർ ഡൊണേഷൻ ടു ഹെൽപ്പ് ഫിനാൻസ് ദ ബുക്ക് ദേ വെയർ പ്ലാനിങ്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ധനികരായിട്ടുള്ള ക്ലയൻസിനോടും സംഭാവന ചോദിക്കാൻ കഴിയുമെന്ന് ബില്ല് പ്ലാൻ ചെയ്തു. The two men left New York City together and Bill spent at least 10 days away from home. അപ്പോൾ രണ്ട് ആളുകളും കൂടി അതായത് ബെർട്ടും ബില്ലും കൂടി അവിടെ പോവുകയും 10 ദിവസം ന്യൂയോർക്കിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്തു. വെദർ ബെർട്ട് വാസ് വിത്ത് ഹിം ത്രൂ ഔട്ട് ദിസ് എൻറ്റയർ ട്രിപ്പ് ഈസ് അൺനോൺ. അപ്പോൾ 10 ദിവസം മുഴുവൻ സമയവും ബെർട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ചരിത്രത്തിൽ അവൈലബിൾ അല്ല. പക്ഷെ ഓൾദോ ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദേ ഡ്രോവ് ഔട്ട് ടു ഒഹായോ, അവര് ഒഹായോയിലേക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോയി. ആൻഡ് പെർഹാപ്സ് ഈവൻ ബാക്ക് ഇൻ ബെറ്റ്സ് കാർ. അപ്പൊ ബെറ്റിന്റെ കാറിൽ തന്നെയാണ് തിരിച്ചും വന്നത്. ഇൻ അക്രോൺ there was long conversation with Dr. Bob. അപ്പൊ അക്രോണിൽ ഡോക്ടർ ബോബുമായിട്ട് ഒരു വലിയ ചർച്ച നടന്നു, അല്ലെങ്കിൽ ദീർഘനേരത്തെ ചർച്ച ഉണ്ടായി. ആൻഡ് ബിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ സെവറൽ പ്രൈവറ്റ് ആൻഡ് ഗ്രൂപ്പ് മീറ്റിംഗ്സ്. അതുകൊണ്ട് സ്വകാര്യമായതും ഗ്രൂപ്പ് മീറ്റിങ്ങുകളും ബില്ല് പങ്കെടുത്തു. വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദ അക്രോൺ ആൽക്കഹോളിക് സ്ക്വാഡ്. അപ്പൊ മറ്റുള്ള മെമ്പേഴ്സും, നമുക്കറിയാം നമ്മളെ ആദ്യമേ വിളിച്ചുകൊണ്ടിരുന്നത് ആൽക്കഹോളിക് സ്ക്വാഡ് എന്നാണ്. അപ്പൊ മറ്റുള്ള ആൽക്കഹോളിക് സ്ക്വാഡുകളായിട്ടുള്ള അക്രോണിലെ ആളുകളോടും ഹോപ്പിംഗ് ടു ഗെറ്റ് സം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഹിസ് പ്ലാൻ ഫോർ വാട്ട് ഷുഡ് ബി ഡൺ നെക്സ്റ്റ്. അപ്പൊ അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. The suspicion many Akron members felt towards Bill Wilson. അപ്പോൾ പല ബിൽ വിൽസനെതിരെ ഒരുപാട് സംശയകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അക്രോൺ മെമ്പേഴ്സിന്. ആൻഡ് ദർ ഡിസ്ട്രക്ട് ഓഫ് ഹിസ് മോട്ടീവ്സ്, അതായത് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യത്തോടുള്ള അവരുടെ ഒരു ഡിസ്ട്രസ്റ്റ്, അവിശ്വാസം കൂടി ഇതിനകത്ത് ഹാഡ് നോട്ട് ഡിസിപ്പേറ്റഡ് വിച്ച് മച്ച് ഇൻ ദ 6 months since that turbulent meeting the previous fall. And now here he was again with more of his grand ideas. അതായത് 6 മാസം മുമ്പ് നടന്ന അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ അവർക്ക് അവിശ്വാസം ഉണ്ടായിരുന്നു. ഇവന്റെ മോട്ടീവിനെ കുറിച്ച്, ലക്ഷ്യങ്ങളെ കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് വീണ്ടും ഗ്രാൻഡ് ഐഡിയ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വാലി ഗിലം was one sober member who had attended the contentious October meeting. അപ്പൊ അയാള് വാലി ഗില്ലം എന്ന് പറയുന്ന ആള് അവിടെ ഒക്ടോബർ മീറ്റിംഗിൽ പങ്കെടുത്താണ്, ലാസ്റ്റ് ഒക്ടോബറിൽ. ബട്ട് 17 years later he didn't remember the book being mentioned at that time. അപ്പോൾ അദ്ദേഹം പിന്നീട് ഓർമ്മിക്കുന്നത് ബുക്കിനെ പറ്റി അവിടെ അന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നില്ല. ഹിസ് മെമ്മറി സെഡ് ദാറ്റ് ദ ആർഗ്യുമെന്റ് ഇൻ late 90s was all about the money Bill wanted to raise for hospital and missionaries. അപ്പോൾ പിന്നീട് ചരിത്രകാരൻ പറയുന്നത് വാലി ഗില്ലം എന്ന് പറയുന്ന സോബറായിട്ടുള്ള ആളെ 17 വർഷത്തിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ഓർക്കുന്നില്ല. അതായത് ഈ ആശുപത്രി അവരെ ആകെ അയാൾ ഓർക്കും. ഹിസ് മെമ്മറി സെഡ് ദാറ്റ് ദ ആർഗ്യുമെന്റ് ഇൻ late 90s 1937 ആ തർക്കങ്ങൾ മുഴുവനും wanted to raise for hospital and missionaries. അത് ബുക്കിനെ പറ്റി ആയിരുന്നില്ല, ആശുപത്രിയെ പറ്റിയും മിഷണറിയെ പറ്റിയാണ് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ഹി ലേറ്റർ റീകോൾഡ്, പിന്നീട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു, ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദിസ് സെവറൽ മീറ്റിംഗ്സ് ഏപ്രിൽ 1938, അതായത് ഏപ്രിൽ 1938 ധാരാളം മീറ്റിങ്ങുകൾക്ക് ശേഷം, ദ വൺസ് ഹെൽഡ് ആഫ്റ്റർ ഫ്രാങ്ക് ആമോസ് കെയിം ഔട്ട് ദെയർ, അതായത് ഫ്രാങ്ക് ആമോസ് വന്നതിന് ശേഷമുള്ള മീറ്റിംഗ്, ദാറ്റ് ദ പ്രപ്പോസ്ഡ് ബുക്ക് വാസ് ഫസ്റ്റ് ബ്രോട്ടപ്പ്. അതുകൊണ്ട് അതിന് ശേഷമാണ് ഈ ബുക്കിനെ പറ്റിയുള്ള മീറ്റിംഗ് അവിടെ ഉയർന്നു വന്നത്. 2 or 3 മീറ്റിംഗ്സ് വേറെ ഹെൽഡ്, 2 or 3 മീറ്റിങ്ങുകൾ നടന്നു അറ്റ് വില്യംസ് ഹൗസ്. അത് നമുക്കറിയാം, വില്യംസ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച്. ആൻഡ് 2 or more അറ്റ് ലൂക്കാസ് ലിറ്റിൽ ലേറ്റർ, അതുകൊണ്ട് ലൂക്കാസിന്റെ വീട്ടിൽ വെച്ചിട്ട് പിന്നീട് ലിറ്റിൽ ലേറ്റർ. ഹി ക്ലെയിംഡ് ആൻഡ് ഇറ്റ് വാസ് the idea of writing a book was raised and discussed in such detail. അതിനുശേഷമാണ്, ഈ 2-3 മീറ്റിങ്ങുകൾക്ക് ശേഷമാണ് ബുക്ക് എഴുതുക എന്നുള്ളൊരു ആശയം
ഡീറ്റെയിൽ ആയിട്ട് ഉയർന്നു വന്നത്. ഗില്ലം മെമ്മറീസ് ആർ ഷുവർലി സെലക്റ്റീവ്. പക്ഷെ അദ്ദേഹത്തിന്റെ മെമ്മറി ഷുവർലി സെലക്റ്റീവ് ആയിരിക്കാം. ബട്ട് ദേ ഡു അണ്ടർലൈൻ ദ ഫാക്ട് ദാറ്റ് ദ മേജർ ഇഷ്യൂ ബീയിങ് ഡിസ്കസ്ഡ് ഡ്യൂറിംഗ് ദ ഏപ്രിൽ 1938 മീറ്റിംഗ് വാസ് ദ റൈറ്റിംഗ് ഓഫ് എ ബുക്ക്. എന്തായിരുന്നാലും അയാളുടെ ഓർമ്മകൾ എന്താ സെലക്റ്റീവ് ആയിരുന്നാലും 1938 ഏപ്രിലിലെ മീറ്റിംഗിൽ ബുക്കിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാലി റിമെമ്പർ ബിൽ കാഷ്വലി സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ. വാലി പറയുന്നത് ബില്ല് എപ്പോഴും ഫ്ലോറിൽ ഇരിക്കുകയായിരുന്നു. ആസ്കി മേഡ് ഹിസ് പ്രൊപ്പോസൽ ഫോർ എ ബുക്ക് അറ്റ് ദ വില്യംസ് ഹൗസ് വൺസ് നൈറ്റ്. അപ്പൊ വില്യംസിന്റെ വീട്ടില് ഒരു രാത്രിയിൽ അദ്ദേഹം നിലത്തിരുന്നു. ബട്ട് ദ അക്രോം ഗ്രൂപ്പ് വാസ് ഈവൻ മോർ റെസിസ്റ്റന്റ് ടു ദി ന്യൂയോർക്ക് ഐഡിയ ദാൻ ദേ ഹാഡ് ബീൻ ഇൻ ഒക്ടോബർ. അപ്പൊ ഒക്ടോബറിൽ അന്ന് അവർക്കുണ്ടായിരുന്ന ആ എതിർപ്പ്, ഈ അക്രോം ഗ്രൂപ്പിനുണ്ടായിരുന്ന ആ എതിർപ്പ്, ആ പ്രതിരോധം ഈ ന്യൂയോർക്കിലെ പുതിയ ഐഡിയയോടും അവർക്കുണ്ടായിരുന്നു. സെവറൽ ഓഫ് ദ ആർഗ്യുമെന്റ്സ് റേസ്ഡ് ഏർലിയർ. അപ്പൊ പണ്ട് വന്ന അതേ ആർഗ്യുമെന്റ്സ്, തർക്കങ്ങൾ വീണ്ടും ഉയർന്നു വന്നു. ഫോർ ഇൻസ്റ്റൻസ് ദോസ് അബൌട്ട് ജീസസ് ആൻഡ് ഹിസ് അപ്പോസ്റ്റലേഴ്സ് നോട്ട് നീഡിങ് എനി റിട്ടൺ ഓർ പ്രിന്റഡ് ലിറ്ററേച്ചർ. അതിൽ ഉയർന്നു വന്ന ഒരു ആർഗ്യുമെന്റ് ഇതാണ്: യേശുക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കേണ്ട, അല്ലെങ്കിൽ എഴുതി വെക്കുന്നില്ല. അവർ വേർ ലൈക്ലി ബ്രോട്ട് അപ്പ് ആൻഡ് റിവേഴ്സ്ഡ് ഇൻ ഡീറ്റെയിൽ. അതായത് ശിഷ്യന്മാര് പല രാജ്യങ്ങളിലും പോയിട്ട് യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു എന്നുള്ളതാണ് ബൈബിൾ പറയുന്ന വിശ്വാസം. അപ്പൊ വാമൊഴിയായി ഈ തത്വങ്ങൾ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ എത്തി എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ബട്ട് വാട്ട് മോസ്റ്റ് ട്രബിൾഡ് ദ പീപ്പിൾ ഓപ്പോസിറ്റ് ടു ബിൽസ് ഐഡിയ വാസ് ദ ഫ്രൈറ്റനിങ് കോൺസിക്വൻസ് ദേ വുഡ് ഫേസ് ഇഫ് സച്ച് എ ബുക്ക് വെയർ ആക്ച്വലി പബ്ലിഷ്ഡ്. പക്ഷേ ഈ ബില്ലിന്റെ ഈ ആശയത്തോട് എതിർത്തിരുന്ന ആളുകൾക്കും ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. ദേ വുഡ് ഫേസ് ഇഫ് സച്ച് എ ബുക്ക് വെയർ ആക്ച്വലി പബ്ലിഷ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഹൗ കുഡ് ദേ പോസിബിളി കോപ്പ് വിത്ത് ഓൾ ദ റിക്വസ്റ്റ് ഫോർ ഹെൽപ്പ് ദാറ്റ് വുഡ് ദെൻ പോർ ഇൻ ഓൺ ദം. അതായത് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, തങ്ങളെ അന്വേഷിച്ചു വരുന്ന ആളുകളുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ഇത് ഈ ആശയത്തെ ഒഴിച്ചു കൊടുക്കാൻ കഴിയുക? ദേ വുഡ് ബി ഓവർവെൽമിഡ് ഫോർ ഓൾ ഓഫ് ബിൽ വിൽസൺസ് ഗ്രാൻഡ് പ്ലാൻസ്. അവർ കൂടുതൽ അസ്വസ്ഥരായി, അല്ലെങ്കിൽ അത്ഭുതപരന്തരായി. ബിൽവിൽസൺ ഗ്രാൻഡ് പ്ലാൻസ്, ബിൽവിൽസന്റെ വലിയ ആശയം. ദർ വാസ് സ്റ്റിൽ നോ സ്ട്രക്ചർ ഇൻ പ്ലേസ് ടു ഡീൽ വിത്ത് ദാറ്റ് സോർട്ട് ഓഫ് ഡെലൂക്ക്, നോർ വാസ് ദർ എനി ലൈക്ലിഹുഡ് വൺ ഹു ടു ഫൈൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബിഫോർ. അത് കാരണം ഈ ആശയം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇതേപോലെയുള്ള മറ്റൊരു ആശയമില്ല. A book was published and the Ohio people were generally not in favor of building such a structure in the first place. അപ്പൊ അവർക്ക് ആദ്യം തന്നെ ഈ ബുക്ക് ഇറക്കണം എന്നുള്ള ഒരു വലിയ ആശയത്തോട് വലിയ താല്പര്യം ഉണ്ടായില്ല. Wouldn't it be better? ഇത് നല്ലതായിരിക്കുമെന്ന് അവർ ആർഗ്യൂ ചെയ്തു. If we just continued with the word of mouth program. എന്തുകൊണ്ട് നമുക്ക് വാമൊഴിയായിട്ട് ഈ പ്രോഗ്രാം പറഞ്ഞു കൊടുത്തുകൂടാ? That has worked so well so far. അതായത് ഇപ്പൊ എത്രയോ കാലമായി, അതായത് 1935 മുതൽ എത്രയോ കാലമായി നമ്മളിത് വളരെ നന്നായി. കാരണം അവർ നോക്കുമ്പോൾ സ്വന്തം നാട്ടിലെ കുറെ ആളുകളൊക്കെ അവർ അവിടെ വരുന്നുണ്ട്, പലരെയും അവർ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് നന്നായി പ്രവർത്തിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇനി ബുക്ക്? ഇഫ് വി കീപ് ഡൂയിങ് വാട്ട് വി ആർ ഡൂയിങ് നൗ, ദ മെസ്സേജ് വിൽ ഗെറ്റ് ഔട്ട് ടു ദോസ് പീപ്പിൾ ഇൻ കാലിഫോർണിയ ഇവഞ്ചലി. ഇപ്പൊ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വർക്ക് വാമൊഴി സമ്പ്രദായമായി നമ്മുടെ ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ കാലിഫോർണിയയിലും വളരെ സാവധാനത്തിൽ എത്തിച്ചേരും. ബട്ട് ഇഫ് യു ഗോ ahead with your plan for a book, പക്ഷെ നിങ്ങൾ അതിനു മുമ്പ് തന്നെ ഒരു ബുക്കിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷുവർലി ക്രിയേറ്റ് ആൻ ഇമ്പോസിബിൾ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ അസാധ്യമായിട്ടൊരു സാഹചര്യം ഫോർ എവരി വൺ ആൻഡ് മോസ്റ്റ് ലൈക്ലി ഡിസ്ട്രോയ് ഓൾ ഓഫ് ദ ഗുഡ് വർക്ക് വി ഹാവ് ഡൺ സോ ഫാർ. അപ്പോൾ നിങ്ങൾ ബുക്ക് എന്ന് പറയുന്ന ആശയം അതിനു മുമ്പ് തന്നെ എടുത്തു ചാടി ക്രിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാവരിലേക്കും എത്തിച്ചേരാവുന്ന വളരെ നല്ലൊരു വർക്കായിട്ടുള്ള ഈ വാമൊഴി സമ്പ്രദായം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും, നശിപ്പിക്കപ്പെടും എന്നാണ് പറയാം. വിൽസൺ വാസ് കൺസ്യൂമേറ്റ് പൊളിറ്റീഷ്യൻ. So the fact that did not call for a vote during this April meeting is telling. He could only have been distressed by the resistance he obhelt on almost every side in Akron. Wilson was ഒരു കൺസ്യൂമേറ്റ് പൊളിറ്റീഷ്യൻ, അതായത് ഒരു രാഷ്ട്രീയ
ചിന്തകൻ എന്നോ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സോ ദാറ്റ് ഫാക്ട് ദാറ്റ് ഹി ഡിഡ് നോട്ട് കോൾ ഫോർ എ വോട്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വോട്ടിനിട്ടില്ല. ഡ്യൂറിംഗ് ദിസ് ഏപ്രിൽ മീറ്റിംഗ് ഈസ് ടെല്ലിംഗ്, അതായത് കഴിഞ്ഞ ഒക്ടോബർ മീറ്റിംഗിൽ അദ്ദേഹം ചെയ്ത ആ കാര്യം ഏപ്രിൽ മീറ്റിംഗിൽ വോട്ടിലില്ല. ഹി കുഡ് ഓൺലി ഹാവ് ബീൻ ഡിസ്ട്രസ്ഡ് ബൈ ദ റെസിസ്റ്റൻസ് ഹി ഫെൽറ്റ് ഓൺ ഓൾമോസ്റ്റ് എവരി സൈഡ് ഇൻ ആക്രോൺ. അദ്ദേഹത്തിന് ആക്രോണിലെ എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പ് ലഭിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അൺലൈക്ക് ദ മീറ്റിംഗ് 6 months earlier, 6 മാസത്തെ മുമ്പത്തെ പോലത്തെ മീറ്റിംഗിനെ പോലത്തെ ബിൽ വാസ് പോസ്റ്റ് ടു ലീവ് ഒഹായോ വിത്തൗട്ട് സെക്യൂറിംഗ് എ മാൻഡേറ്റ് ഫോർ ദ പ്ലാൻ ഹി കൺസിഡേർഡ് സോ എസെൻഷ്യൽ ഓഫ് ദ ഫ്യൂച്ചർ സക്സസ് ഓഫ് ദ മൂവ്മെന്റ്. അതായത് കഴിഞ്ഞ 6 മാസം മുമ്പ് ഒഹായോയിലെ ആളുകളുമായി വോട്ട് ഇട്ട് തന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കുന്നത് ഒരു മാൻഡേറ്റായി, ഒരു അത്യാവശ്യ ഘടകമായി അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹത്തിന് തോന്നിയത് ഫ്യൂച്ചർ സക്സസ് ഓഫ് ദയർ മൂവ്മെന്റ്, അദ്ദേഹത്തിന്റെ ഈ മൂവ്മെന്റിന്റെ ഭാവിയിലെ വിജയമാണ്. ലൂയിസ് ഹോൾഡ് ഡൗൺ ദ ഫോർട്ട് വൈൽ ബിൽ വാസ് എവേ ദ ഹെക്ടിക് പേസ് നെവർ ലെറ്റ് അപ്പ് അറ്റ് ദ വിൽസൺ ഹൗസ് ഹോൾഡ് ഇൻ ബുക്ക്ലിൻ. A day or two after he left, Lewis wrote him a warm letter. അതായത് ബില്ല് എപ്പോഴും മീറ്റിംഗ് ബ്രുക്ലിനിലെ തന്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ ലൂയിസ് അയാൾക്കൊരു ലെറ്റർ എഴുതി. ഐ ലവ് യു ആൻഡ് ഐ ആം സോ ലോൺലി വിത്തൗട്ട് യു. അങ്ങനെ ലെറ്ററിൽ പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ വളരെ ഒറ്റപ്പെട്ട പോലെ അനുഭവപ്പെടുന്നു. റീകൗണ്ടിങ് ഓൾ ഓഫ് ദ കമ്മിങ് ആൻഡ് ഗോയിങ് ക്ലിൻഡൻ സ്ട്രീറ്റ് വിച്ച് ഇൻക്ലൂഡഡ് സപ്പർ വിത്ത് ജോ ആൻഡ് ഓറ ടൈലർ. അതിനകത്ത് ജോ എന്ന് പറയുന്ന ആളും ഓറ ടൈലർ, സം ഓഫ് റസ് ആൻഡ് വെസസ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. റസ് ആൻഡ് വെസസ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് എസ്കേപ്പേഡ്സ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ആയിട്ട് രക്ഷപ്പെടാൻ വന്നിട്ടുള്ള ആളുകളുടെയും ദ അറൈവൽ ഓഫ് ഫിറ്റ്സ്മയുടെ കാര്യങ്ങൾ. ആൻഡ് അവർ ആഫ്റ്റർ യു ലെഫ്റ്റ്, അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒഹായോയിലേക്ക് പോയ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫിറ്റ്സ്മയോ അവിടെ സന്ദർശിച്ചതിനെ പറ്റിയും അവൾ എഴുതിയിട്ടുണ്ട്. എലോങ് വിത്ത് എ പെൻഡിങ് വിസിറ്റ് ഫ്രം ഫ്ലോറൻസ് റാങ്കിൻ. അതായത് ഫ്ലോറൻസ് എന്ന് പറയുന്ന ആളുടെ നമുക്കറിയാം ദ വിമൺ സബർ 2 എന്ന് പറയുന്ന ബിൽഡപ്പ്, നമ്മുടെ ബിഗ് ബുക്കിന്റെ ആദ്യത്തെ കഥയുടെ പേര് വിമൺ ഫ്ലോറൻസ് ആണ് എഴുതിയിട്ടുള്ളത്. കമ്മിങ് ഹിയർ ടു സ്പെൻഡ് ദ നൈറ്റ്. അപ്പൊ അവള് ഏതെങ്കിലും ഒരു രാത്രിയിൽ വന്ന് ഒരു രാത്രി ഞാൻ എൻ്റെ കൂടെ കഴിയാമെന്ന് പറഞ്ഞ കാര്യവും. ഇൻ ബിൽസ് ആബ്സെൻസ് ദെയർ വാസ് സം അൺസർട്ടൻലി ഓവർ where the regular Sunday meeting should be held, but at the last minute it was decided. അതായത് ബില്ലില്ലാത്തത് കൊണ്ട് ഞായറാഴ്ചത്തെ മീറ്റിംഗ് നടത്തുന്ന അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം അത് നടന്നു എന്ന കാര്യവും. ദ ഡിസിഷൻ സീംസ് ടു ഹാവ് ബീൻ മെയ്ഡ് ബൈ ലൂയിസ് ആൻഡ് കാതലിൻ പാങ്ക്സ്. അതായത് ഹാങ് പിയുടെ ഭാര്യയായിട്ടുള്ള കാതലിലും ലൂയിസുമാണ് ആ ഡിസിഷൻ എടുത്തതെന്നും, ടു കീപ് ഇറ്റ് ഇൻ ബ്രൂക്ലിൻ റാദർ ദാൻ മൂവ് ഔട്ട് ദ ഹാങ് പീസ് ഹോം ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിലെ ഹാങ് പിയുടെ വീട്ടിലേക്ക് ആ മീറ്റിംഗ് മാറ്റുന്നതിന് പകരം ബ്രുക്ലിനിലെ തന്റെ വീട്ടിൽ തന്നെ ആ മീറ്റിംഗ് നടത്തിയെന്നും അതേ ആ കത്തിൽ എഴുതുന്നുണ്ട്. റൈറ്റ് ആഫ്റ്റർ ദ മീറ്റിംഗ് എൻഡഡ് ഓൺ സൺഡേ നൈറ്റ്, അന്നത്തെ ഞായറാഴ്ചത്തെ മീറ്റിംഗ് നടത്തിയതിനു ശേഷം ലൂയിസ് റോട്ട് ബിൽ അനദർ വാം ആൻഡ് ചാറ്റി ലെറ്റർ. അതുകൂടാതെ ഒരു വലിയ ഊഷ്മളമായ കൂടുതൽ വിസ്തരിച്ചിട്ടുള്ള ഒരു ലെറ്റർ കൂടി ലൂയിസ് എഴുതുന്നു. ഐ ലവ് യു ഡാർലിംഗ് ആൻഡ് മിസ് യു ടെറിബിളി. അവൾ പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ടെറിബിളി മിസ് ചെയ്യുന്നു. That included one particular paragraph offering a rare glimpse of how early AA meetings were conducted in New York. അപ്പൊ അതിന് ന്യൂയോർക്കിൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള മീറ്റിങ്ങുകളെ പറ്റിയും. ദിസ് വൺ ഹെൽഡ് ഓൺ ദ വിൽസൺ ഹോം ഇൻ ബ്രൂക്ലിൻ ഇൻ ഏപ്രിൽ 24, 1938. 1938 ഏപ്രിൽ 24 ബ്രൂക്ലിൻ ഹൗസിൽ, അത് ബിൽ വിൽസന്റെ വീട്ടിൽ നടത്തിയ മീറ്റിംഗിനെ പറ്റിയും അവൾ എഴുതുന്നുണ്ട്. There were 14 here today. അതായത് 14 ആളുകൾ ഇന്നുണ്ടായിരുന്നു. I thought it was going to be terrible because all the old time men went off in little groups and left the 2 new guys with the woman, and Fitz was sick and terribly off the ball. അപ്പോ ഫിറ്റ്സിന് സിക്ക് ആയതുകൊണ്ട് വന്നില്ല. ധാരാളം ഓൾഡ് ടൈം ആളുകള് അവർ വീണ്ടും കുടിയിലേക്ക് തിരിച്ചുപോയി. ചെറിയ ഗ്രൂപ്പ് ആയിരുന്നിട്ട് പോലും 2 ന്യൂ ഗൈസ് ഉണ്ടായിരുന്നു. അത് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ബട്ട് ലേറ്റർ എവരി വൺ ഗോട്ട് ടുഗദർ ആൻഡ് ഫിറ്റ്സ് മെയ്ഡ് എ ഗ്രാൻഡ് ആൻഡ് ഷോർട്ട് വിറ്റ്നസ്. പക്ഷെ ഫിറ്റ്സ് പിന്നീട് പെട്ടെന്ന് വന്നിട്ട് തിരിച്ചുപോയി. അദ്ദേഹം ചെറിയൊരു സാക്ഷ്യം പറഞ്ഞു. വെസ് വാസ് ഫൈൻ, വെസ് ഓക്കെയാണ്. ആൻഡ് പോൾ ഫണ്ണി, പോള് ഭയങ്കര ഫണ്ണി ആയിരുന്നു. ആൻഡ് ടിയർഫുൾ, കരഞ്ഞുപോയി അറ്റ് ദ സെയിം ടൈം. അതുപോലെ തന്നെ ഹാങ്ക് അവിടെ എപ്പോഴും അത് ലീഡറെ പോലെ ലീഡ് ചെയ്തു. More details would be appreciated, but this is all the Lewis tells us, and it is considerably more than we are offered anywhere else in contemporary document about this early New York meetings. അപ്പോൾ
ലൂയിസ് എഴുതിയിരിക്കുന്ന ഈ കത്തിലാണ് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസിഡറബിളി മോർ ദാൻ വി ആർ ഓഫേർഡ് എനിവേർ, മറ്റേതൊരു സ്ഥലങ്ങളിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ചരിത്ര ഭാഗം എന്ന് പറയുന്നത് കണ്ടംപററി ഡോക്യുമെന്റ്സ്. കൂടുതൽ അതിപ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ലൂയിസ് എഴുതിയ ഈ കത്താണ്. ഫ്യൂ ഓഫ് ഹർ ലെറ്റേഴ്സ്, അവളുടെ ചില കത്തുകളിൽ അറ്റ് ദിസ് ടൈം മെൻഷൻ മീറ്റിംഗ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ഹർ സൺഡേ ആൻഡ് ലേറ്റർ ട്യൂസ്ഡേ. അതായത് ആ കത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞായറാഴ്ചകളിലും ലേറ്റർ ട്യൂസ്ഡേകളിലും, അതായത് ചൊവ്വാഴ്ചകളും. ഡയറി എൻട്രീസ് ഫോർ 1938 സിംപ്ലി സെമിനാർ. ഇത് 1938 എഴുതിയ സെമിനാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ടങ് ഇൻ ചെക്ക് വേ ഓഫ് റെഫറിംഗ് ടു ദ വീക്ക്ലി ഗാദറിംഗ് ആൽക്കഹോളിക്സ്. അപ്പൊ അവളുടെ നാവ് വഴിയാണ്, എന്ന് വെച്ചാൽ അവൾ ചിന്തിക്കുന്നത് ഒരു സെമിനാറിനെ പോലെയാണ് അവൾ എഴുതിയിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ഹിയർ ഈസ് ഹെർ കാൻഡിഡ് ക്രിറ്റിക് ഓഫ് ദ ഓൾഡ് ടൈം മെൻ. അപ്പൊ അവൾ അതിനകത്ത് ഒരു ഓൾഡ് ടൈം മെൻ എന്ന് പറയുന്നുണ്ട്. ഫോർ ഗോയിങ് ദ ടു ന്യൂ മെൻ, അവര് പുതിയ ആളുകളുമായിട്ട് പോകുന്നു. ലീവിങ് ദം വിത്ത് ദ വുമൺ, ഒരു സ്ത്രീയുമായിട്ട് അവിടെ ആസ് ദേ പെർസ്യൂ ദെയർ ഓൺ കോൺവെർസേഷൻ സ്മോളർ ഗ്രൂപ്പ്. അപ്പൊ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ചെറിയൊരു ഗ്രൂപ്പായിട്ട് ദെയർ ഓൺ കോൺവെർസേഷൻ ആയിട്ട് അവരുടെ സ്വന്തമായിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. Was she reporting this to Bill with the implication that it would have been different if he had been there, or was this just part of an ongoing conversation they were having between themselves about the proper conduct of our participants at this weekly gathering? അപ്പൊ അവള് ഇത് റിപ്പോർട്ട് ചെയ്യാണ്, ബില്ലിനെ റിപ്പോർട്ട് ചെയ്യാണ്. ഒരു പക്ഷേ അവൾ ഇങ്ങനെ വിചാരിച്ചേക്കാം, ഇത്തരം സംഭാഷണങ്ങളുടെ അതേ പരസ്പരമുള്ള ഈ സംഭാഷണങ്ങളുടെ എങ്ങനെയാണ് പ്രോപ്പർ കണ്ടക്ട്, ശരിയായ ഒരു അച്ചടക്ക സ്വഭാവം ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് അറ്റ് ദിസ് വീക്ക്ലി ഗാദറിങ്സ്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഈ ആഴ്ചകളിലെയും വീക്ക്ലി ഗാദറിംഗില്, ഈ ആഴ്ചകളിലെ കൂട്ടുകൂടലിൽ വരുന്നതിനെ പറ്റി അവളൊരു ഇൻഫോർമേഷൻ കൊടുത്തതാകാം. ഓൾദോ ദിസ് ഇസ് എ മിനിമൽ ഡിസ്ക്രിപ്ഷൻ, ഇതൊരു മിനിമൽ ആയിട്ടുള്ള ഒരു വിവരണമാണ്. ഇറ്റ് ഡസ് സൗണ്ട് ആസ് ഇഫ് ദ സ്പീക്കർ ഡിസ്കഷൻ ഫോർമാറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സ്മോൾ കോമൺ ഇൻ എ മീറ്റിംഗ്സ് ടുഡേ. അപ്പോൾ ഇത് തീർച്ചയായും സ്പീക്കർ ഡിസ്കഷൻ ഫോർമാറ്റിലുള്ളൊരു മീറ്റിംഗ് ആണ്. ഇപ്പോൾ പല മീറ്റിങ്ങിലും നമ്മുടെ ഇന്നത്തെ കാലത്തെ മീറ്റിങ്ങിൽ അത് വാസ് ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അത് തീർച്ചയായും വളരെയധികം പ്രചരണം ലഭിച്ച ഒരു സ്പീക്കർ മീറ്റിംഗ് ഡിസ്കഷനാണ്. ഹാങ് പി ഈസ് ദ ലീഡർ ഓഫ് ദ ഈവനിങ് ആൻഡ് ഫിറ്റ്സ്മയോ ഈസ് ദ ഫ്യൂച്ചേർഡ് സ്പീക്കർ. അപ്പൊ ലീഡർ ആരായിരുന്നു? ഹാങ് പി. ആരായിരുന്നു സ്പീക്കർ? ഫിറ്റ്സ്മയോ. ഹിസ് ലീഡ് ആസ് ദിസ് ഫോളോഡ് ബൈ കമന്റ്സ് മെയ്ഡ് ബൈ അതർ അറ്റൻഡീസ്. അപ്പം ഈ ലീഡർഷിപ്പില് ഹാങ് പി പലപ്പോഴും മറ്റാളുകൾ സംസാരിച്ചതിന് ശേഷം അതിന് കമന്റ് പറയായിരുന്നു. ലൂയിസ് നത്തിങ് വെസ് ആൻഡ് പോൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ പർട്ടിക്കുലർ. അപ്പൊ ലൂയിസ് നോട്ടിങ് വെസ് ആൻഡ് പോൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ പർട്ടിക്കുലർ. അപ്പൊ വെസിന്റെയും പോളിന്റെയും പാർട്ടിസിപ്പേറ്റിംഗ് ആണ് ലൂയിസ് കൃത്യമായി നോക്കിയിരുന്നത്. ഓൾസോ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലൂയിസ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റെഗുലർ ഇൻക്ലൂഷൻ ഓഫ് ദ വൈസ് അറ്റ് ദിസ് മീറ്റിംഗ് ആൻഡ് ദ അൺസർട്ടൻലി ഓവർ വെദർ ഓർ നോട്ട് ഷീ ഈസ് ഇൻക്ലൂഡിംഗ് ദം ഇൻ ദ ഹെഡ് കൗണ്ട് ഓഫ് 14. അപ്പൊ ഈ സമയത്ത് ഇവൾ 14 എന്ന് പറയുന്നത്, 14 എന്ന് പറയുന്നത് ഈ ആൽക്കഹോളിക്കിന്റെ ഭാര്യമാരെ ചേർത്തിട്ടാണോ എന്ന് അൺസർട്ടൻലി നമുക്ക് അറിയത്തില്ല. അവിചാരിതമായി അതിനകത്ത് കൃത്യമായി നോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ 14 പേരെന്നാണ് അവൾ പറയുന്നത്. ബിസൈഡ്സ് മേക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഫോർ ദിസ് മീറ്റിംഗ് ലൂയിസ് ഹാഡ് ബീൻ ബിസി വിത്ത് സെവറൽ അതർ മാറ്റേഴ്സ്. അപ്പൊ ഇത് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ലൂയിസ് കാര്യവ്യാപൃതയായിരുന്നു. During the previous 2 days, she notes that since her last letter, she had enjoyed a cocktail supper and a movie. അപ്പോൾ അവൾ ഒരു കോക്ടെയിൽ സപ്പറും മൂവിയും അവൾ എൻജോയ് ചെയ്തെന്ന് പറയുന്നുണ്ട് വിത്ത് ഓറ ടൈലറുമായിട്ട് ഓൺ സാറ്റർഡേ നൈറ്റ്, ശനിയാഴ്ച രാത്രി, ആൻഡ് സ്പെൻഡ് പാർട്ട് of the weekend playing detective as she tried to determine who had made an expensive $365 call to Richmond, Virginia to show up unexpectedly on their phone bill. ഇപ്പൊ $3.65 പൈസ റിച്ച്മണ്ടിലേക്ക് വെർജീനിയയിലേക്ക് വിളിച്ചതിന്റെ ഒരു ഫോൺ ബില്ല് അവൾ വന്നതും പറയുന്നുണ്ട്. ഷി ഫൈനലി ഡിസ്കവർഡ് ദാറ്റ് ടോം, വൺ ഓഫ് ദെയർ കറന്റ് റെസിഡന്റ്, വാസ് ദ കൾപ്രിറ്റ് ഹി ഹാഡ് കോൾഡ് ടു ഫൈൻഡ് ഔട്ട് ഓഫ് an old girl friend of his hard married. അപ്പൊ അവള് പറയുന്നതെന്ന് വെച്ചാൽ, ലൂയിസ് പഠിച്ച നമ്മുടെ ബില്ലിൽ ഒരു $65 ഒരു ബില്ല് വന്നിട്ടുണ്ട്. അവള് കണ്ടുപിടിച്ച ആരാന്ന്, അത് ടോം ആണ്. ടോം അവന്റെ, അതായത് കൂടെ ഇവിടെ താമസിപ്പിച്ചിരുന്ന ആൽക്കഹോളിക്കായ ടോം തന്റെ പഴയ ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിക്കാനായിട്ട്
അവന് ഓൾറെഡി മാരീഡ് ചെയ്ത അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി ലൂയിസ് ഓൾസോ റിമെമ്പർഡ് ബിൽ ദാറ്റ് ഷീ വാസ് ലീവിംഗ് ഓൺ ട്യൂസ്ഡേ ടു വിസിറ്റ് ഹെർ ടു സിസ്റ്റേഴ്സ്. അതിനുശേഷം അവൾ പിന്നെ കണ്ടുപിടിച്ചു ചൊവ്വാഴ്ച അവളുടെ മറ്റു രണ്ട് ബാർബ് ആൻഡ് കിറ്റി എന്ന് പറയുന്ന മറ്റ് സിസ്റ്റേഴ്സുമായിട്ട് അവൾ വിസിറ്റ് ചെയ്യും. സംതിങ് ഷീ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർവേഡ്. അപ്പൊ അവള് അത് നോക്കി കാണുന്നുണ്ട്. മോർ ദാൻ ഐ ഹാവ് ലുക്ക്ഡ് ഫോർവേഡ് ടു എനിത്തിങ് ഫോർ എ ഇയർ അറ്റ് ലീസ്റ്റ് ആൻഡ് വുഡിൻ ബി ബാക്ക് അൻഡിൽ സാറ്റർഡേ. അപ്പോൾ അവള് ഐ ഹാവ് ലുക്ക്ഡ് ഫോർവേഡ് ടു എനിത്തിങ് ഫോർ എ ഇയർ അറ്റ് ലീസ്റ്റ് ആൻഡ് വുഡിൻ ബി അറ്റ് സാറ്റർഡേ. ഇൻ ഹർ ആബ്സെൻസ് ഷീ ഹാഡ് അറേഞ്ച്ഡ് ഫോർ ദ ആക്ടിവിറ്റീസ് അറ്റ് ദ ഹൗസ് to be supervised first Basmeo and then by ജിം ബോർവെൽ. അവൾക്ക് നമ്മൾ ഓർക്കുന്നുണ്ടാകും, ഇവള് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചിരുന്നു. ആ സമയത്ത് ഫിറ്റ്സ്മയോയും ജിം ബോർവെലും ആയിരുന്നു സൂപ്പർവൈസ് ചെയ്തിരുന്നത്. ഏത് വീട്ടിലെ ആൽക്കഹോളിക്കിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. വൺ തിങ് ക്ലിയർലി എവിഡന്റ്, ഒരു കാര്യം വളരെ സത്യമാണ്. ഹിയർ ഈസ് ഹൗ മച്ച് കൺസ്റ്റന്റ് ഫ്രാന്റിക് ആക്ടിവിറ്റി വാസ് ഗോയിങ് ഓൺ അമോങ് ഓൾ ഓഫ് ദിസ് ന്യൂയോർക്ക് ആൽക്കഹോളിക്സ്. നമുക്ക് അതായത് സ്ഥിരമായിട്ടുള്ള ഫ്രാന്റിക് ആക്ടിവിറ്റി, തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ന്യൂയോർക്ക് ആൽക്കഹോളിക്സിന്റെ ഇടയിൽ കടന്നുപോയത്. ആസ് എ ട്രൈ ടു സ്റ്റേ സോബർ, അവർ സോബർ ആവാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു. ടുഗദർ ആൻഡ് ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് റിക്കവറി ടു അതേഴ്സ്. അതായത് ഒന്നിച്ചു നിന്നുകൊണ്ട് എങ്ങനെ സോബർ ആകാം, മറ്റുള്ളവരിലേക്ക് എങ്ങനെ സന്ദേശം എത്തിക്കാം എന്നുള്ള ന്യൂയോർക്ക് ആൽക്കഹോളിക്സിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഇത് മുഴച്ചു നിൽക്കുന്നുണ്ട്. തിങ്സ് വേർ ഡെഫിനറ്റ്ലി നോട്ട് ബോറിംഗ് ഇൻ ദ വിൽസൺസ് ഹൗസ് ഹോൾഡ് ഇൻ 1938. അപ്പോ 1938 കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു ബോറിംഗ് ആയിരുന്നില്ല വിൽസന്റെ വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ആൽക്കഹോളിക് ഫണ്ട് എന്ന് പറയുന്ന അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ ഞാനും ഈ ചരിത്ര പുസ്തകത്തിൽ നിന്നുള്ള ഭാഗം ഇന്നുകൂടി അവസാനിപ്പിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. താങ്ക് യു ഫോർ അലോ മീ ടു ഷെയർ. താങ്ക് യു. Thank you, Shivijata. Thank you, Unnicheta.